ഇപ്പൊ കിട്ടുന്ന ആത്മീയ കൃപകൾ, ഒരു പരിശുദ്ധ കുർബാന വിലയില്ലാത്തതായി നീ കരുതരുത്. നിസാര നടുവേദനയുടെ പേരിൽ, കാലുവേദനയുടെ പേരിൽ, മഴ വരുന്നു എന്ന തോന്നലിന്റെ പേരിൽ ഞായറാഴ്ചകളിലുള്ള പരിശുദ്ധ കുർബാന നിഷേധിക്കുമ്പോ ഓർത്തോണം, ഈ ഭൂമിയിൽ വെച്ച് തന്നെ ഒരു കണക്കെടുപ്പുണ്ട്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഈ ഭൂമിയിൽ വെച്ച് നമ്മൾ നിഷേധിക്കുന്ന ആത്മീയ കാര്യങ്ങൾക്കൊക്കെ ഈ ഭൂമിയിൽ വെച്ച് തന്നെ ഒരു കണക്കെടുപ്പ് നടത്തിയിട്ടേ ദൈവം വിളിക്കുകയുള്ളൂ. അത് ഓർത്തോണം. അതുകൊണ്ട് ഈ ഭൂമിയിൽ വെച്ച് ലംഘിക്കുന്ന സാബത്തുകൾക്ക്, ഞായറാഴ്ചകൾക്ക് ഈ ഭൂമിയിൽ വെച്ച് തന്നെ ദൈവം നിന്നെ കൊണ്ട് പരിഹാരം ചെയ്യിപ്പിക്കും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഇതെല്ലാം ബൈബിൾ പഠിപ്പിക്കുന്ന രഹസ്യങ്ങളാണ്. ഇതൊന്നും കേൾക്കാൻ ആർക്കും ഇഷ്ടമില്ലാത്തത് കൊണ്ട് പലരും ഇത് പറയുകയില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവും. ഈ വചനം 10 തവണ ചൊല്ലിയാൽ കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. നിങ്ങളുടെ ഒക്കത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് നീ ഓടരുത്. നിന്റെ കൂടെയുള്ള ഒരാളെ മുന്നിൽ കണ്ടുകൊണ്ട് നീ ഓടരുത്. അവരെയൊക്കെ നീ ചേർത്ത് നിർത്തിക്കോ, വിശ്വാസത്തിൽ ചേർത്ത് നിർത്തിക്കോ. പക്ഷേ മുന്നിൽ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടാകാവൂ. ഒരു വൈദികനെ മുന്നിൽ കണ്ടുകൊണ്ട് ഓടരുത്. ഒരു ധ്യാന ഗുരുവിനെയോ ധ്യാന കേന്ദ്രത്തെയോ മുന്നിൽ കണ്ടുകൊണ്ട് ഓടരുത്. മനുഷ്യരെ ആശ്രയിക്കുന്നത് ഒരു കെണിയാണെന്നാണ് വചനം പറയുന്നത്. ഈശോ മിശിഹായെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ യാത്ര നീ ഓടിയാൽ ഈ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ, ഈ ഓട്ടം പൂർത്തിയാക്കാൻ കർത്താവ് നിന്റെ കൂടെ ഉണ്ടാകും. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. ആരൊക്കെ ഉപേക്ഷിച്ചാലും, ആരൊക്കെ നമ്മളെ അറിയില്ല എന്ന് പറഞ്ഞാലും, പെറ്റ അമ്മ പോലും നമ്മളെ ഉപേക്ഷിച്ചാലും, അമ്മത്തൊട്ടിലിൽ നമ്മൾ ഉപേക്ഷിച്ചാലും, ഭ്രൂണത്തിൽ വെച്ച് തന്നെ കൊന്നുകളയാനുള്ള സാധ്യതയുണ്ടെങ്കിലും കർത്താവ് നിന്നെ ഉപേക്ഷിക്കുകയില്ല. എനിക്ക് നിന്നോടുള്ള സ്നേഹം അചഞ്ചലമാണ്. എഫ്രായിം, നീ എന്റെ വത്സലപുത്രൻ, എന്റെ പൊന്നോമനക്കുട്ടൻ. നിന്നെ കുറിച്ചുള്ള ഓർമ്മകൾ, സ്മരണകൾ എന്റെ ഹൃദയത്തിലുണ്ടാകുന്നു. എന്റെ ഹൃദയം നിനക്ക് വേണ്ടി തുടിക്കുന്നു. ആരാധിക്കണം അല്ലെ? കുറെ ഫോട്ടോ വാങ്ങിച്ചു വെച്ചൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. അപ്പോൾ വീട്ടിന്റെ അവസ്ഥകൾ മാറും. വായിച്ചേ, അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷണവും പാനീയവും ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗങ്ങൾ ഞാൻ നിർമ്മാർജ്ജനം ചെയ്യും. ഗർഭഛിദ്രമോ വന്ധ്യതയോ നാട്ടിൽ ഉണ്ടാവുകയില്ല. നിനക്ക് ഞാൻ ദീർഘായുസ് തരും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ 25-ാമത്തെ വചനം കാണാൻ പഠിക്കണം. ദൈവാരാധന നടത്തുമ്പോ വളരെ പ്രധാനപ്പെട്ട 5 അനുഗ്രഹങ്ങൾ കർത്താവ് തരികയാണ്. അതിലെന്താണ്? നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. അപ്പോൾ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ഞാൻ ആശീർവദിക്കും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഭൂമിയിൽ നമ്മുടെ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ് ആഹാരവും വെള്ളവും. ആഹാരമില്ലാത്തൊരവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ട്? വെള്ളമില്ലാത്തൊരവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ ഒരു ദൈവാരാധനയുടെ ഫലമായി നമുക്ക് ലഭിക്കുന്നതാണ് എന്ന് നമ്മൾ ഓർത്തിരിക്കണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇന്നത്തെ തലമുറയിൽ നമുക്ക് ആഹാരം ലഭിക്കുന്നെങ്കിൽ നമുക്ക് മുൻപേ ജീവിച്ച ആളുകൾ ദൈവത്തെ വിളിച്ചത് കൊണ്ടും മഴയോ വെയിലോ വകവയ്ക്കാതെ ദേവാലയത്തിൽ വന്ന് ബലിയർപ്പിച്ച പൂർവികരായിട്ടുള്ള മാതാപിതാക്കൾ, മരിച്ചുപോയ ആളുകൾ നമ്മുടെ വീടുകളിലുള്ളത് കൊണ്ടാണ്. നിങ്ങൾ സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ വീട്ടിൽ ചെല്ലുമ്പോ നിങ്ങളുടെ ഡൈനിങ് ടേബിളിൽ ആഹാരം അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ആരൊക്കെയോ ചില ആളുകളുടെ നിലവിളികളുണ്ട്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ അടുത്ത ചോദ്യം ഇതാണ്, നിന്റെ അടുത്ത തലമുറയ്ക്ക് ആഹാരമുണ്ടാകുമോ? ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ വിളിക്കണമെന്ന് പറയുന്നത്. നമ്മൾ ഇന്നത്തെ അവസ്ഥയ്ക്ക് മാറ്റം വരാൻ നിമിഷങ്ങൾ മതി. നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക് മാറ്റം വരാൻ സെക്കൻഡുകൾ മതി. ദരിദ്രനെ സമ്പന്നനാക്കാനും സമ്പന്നനെ ദരിദ്രനാക്കാനും കർത്താവിന് 1 നിമിഷം മതി. മൈക്രോ സെക്കൻഡ് മതി കാര്യങ്ങൾ തിരിഞ്ഞുമറിയാൻ. ആമോസിന്റെ പുസ്തകത്തിൽ ഒരു പ്രവചനമുണ്ട്. 9-ാമത്തെ അധ്യായത്തിൽ, ദേശത്ത് ഞാനൊരു ക്ഷാമം അയക്കാൻ പോകുന്നു. എന്താണ് ക്ഷാമം? ഭക്ഷണമോ വെള്ളമോ കിട്ടാത്തത് കൊണ്ടുള്ള ക്ഷാമമല്ല, ദൈവവചനത്തിനു വേണ്ടിയുള്ള ക്ഷാമമാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നമുക്ക് ഇപ്പൊ ദൈവവചനത്തിന് യാതൊരു ക്ഷാമവും ഇല്ല. പള്ളിയിൽ നമുക്ക് ലഭിക്കുന്നു. അത് കഴിഞ്ഞ് അവിടെ കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവിടെ ആരംഭിക്കുന്നു. ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നെയ്യാറ്റിങ്കര കൺവെൻഷൻ ആരംഭിക്കുന്നു. അടുത്തൊരു പള്ളിയിൽ ധ്യാനം ആരംഭിക്കുന്നു. വചനത്തിന് നമുക്ക് യാതൊരു ക്ഷാമവുമില്ല. പക്ഷെ ഇതില്ലാത്തൊരു ജനത ദൈവവചനം പ്രഘോഷിക്കുന്നു എന്ന് കേൾക്കുമ്പോ ആളുകൾ കൂട്ടത്തോടെ നടന്നു വന്ന് മണലിനകത്ത് ആഹാരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചല്ല. ഒരു ഗ്ലാസ് വെള്ളം പോലും ഇല്ല. വേണമെങ്കിൽ തോട്ടിൽ നിന്ന്, ആറ്റിൽ നിന്ന് കുപ്പിക്കകത്ത് വെള്ളം കളക്ട് ചെയ്താണ് അവർ കൊണ്ടുവന്ന് ഈ കൺവെൻഷൻ കാണുന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചോണം, നമുക്കിതെല്ലാം ഒരുപാട് നാൾ ഉണ്ടാകുമെന്ന് തെറ്റിദ്ധരിക്കരുത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ.
ഒരു വചനമുണ്ട്, ഉള്ളവന് നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് അവൻ ഉണ്ട് എന്ന് കരുതുന്നത് കൂടി തിരികെ എടുക്കപ്പെടും. ഇതെല്ലാം തിരികെ എടുക്കപ്പെടാനുള്ള ഒരു സാധ്യത നമ്മൾ കണ്ടോണം. മനസ്സിലാവുന്നുണ്ടോ? ഈ വചനമൊക്കെ കിട്ടാതെ പരിശുദ്ധ കുർബാനയ്ക്കൊക്കെ വിലക്ക് വരുന്ന ഒരു കാലം അതിവിദൂരമല്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഇതൊക്കെ ഓർത്തോണം. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടോണം പോകാൻ. കിട്ടുന്ന അവസരത്ത് വാങ്ങി ഭക്ഷിച്ചോണം, അത് ബാങ്കിൽ ഇട്ടോണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു നിക്ഷേപമാണ്. ദൈവവചനം ഒരു ഡിപ്പോസിറ്റ് ആണ്. ഒരു ആശുപത്രിക്ക് മുമ്പിൽ നീ നിൽക്കുമ്പോ ഒരു ATM കാർഡ് നിന്റെ കയ്യിലുണ്ടെങ്കിൽ, നിന്റെ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ, ആരുടെയും കയ്യിൽ നിനക്ക് എരന്ന് നിൽക്കേണ്ട കാര്യമില്ല. ATM കാർഡ് ഇടുന്നു, പൈസ വലിക്കുന്നു. ഇനി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അത് വെളിപാട് പുസ്തകം 4-ാമത്തെ അധ്യായമാണ്. ബൈബിളിന്റെ ഒരു പൂർണ്ണതയിലേക്ക് നമ്മൾ വരുന്നൊരു പുസ്തകമാണ് വെളിപാട് പുസ്തകം. വെളിപാട് പുസ്തകം 4-ാമത്തെ അധ്യായം. 4-ാമത്തെ അധ്യായത്തിൽ 8 മുതലുള്ള തിരുവചനങ്ങൾ. 3-ാമത്തെ അധ്യായം വരെ ഈ വചനം പറയുന്നത് ഭൂമിയിലുള്ള വിവിധ സ്ഥലങ്ങളെ പറ്റിയാണ്. വെളിപാട് പുസ്തകത്തിന്റെ ആദ്യത്തെ 3 അധ്യായങ്ങൾ പറയുന്നത് ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റിയാണ്. എന്നാൽ 4-ാമത്തെ സ്ഥലത്തിൽ ഇതിന്റെ ലൊക്കേഷൻ മാറും. ഭൂമിയിൽ നിന്ന് സ്വർഗത്തെ പറ്റിയാണ് യോഹന്നാൻ ഈ വെളിപാട് കാണുന്നത്. യോഹന്നാൻ എന്ന് പറയുന്ന അപ്പസ്തോലന് പാത്മോസ് എന്ന് പറയുന്ന ദ്വീപിൽ ഏകാന്ത തടവുകാരനായി അദ്ദേഹം ഏകാന്തതയിൽ നിൽക്കുന്ന സമയത്താണ് ഒരു ഞായറാഴ്ച ദിവസം ആരാധനയുടെ സമയത്ത് വെളിപാട് ലഭിക്കുന്നത്. അതാണ് ഈ വെളിപാട് പുസ്തകം. അതിന്റെ ആദ്യത്തെ 3 അധ്യായങ്ങൾ നടക്കുന്നത് എവിടെയാണ്? അതിന്റെ ലൊക്കേഷൻ എവിടെയാണ്? ഭൂമിയാണ്. 4-ാമത്തെ അധ്യായം മുതൽ നടക്കുന്നത് സ്വർഗത്തിലാണ്. അപ്പൊ ഒരു സ്വർഗത്തിന്റെ ദർശനം കാണുകയാണ്. ബൈബിൾ ഉള്ളവര് തുറന്നു വെച്ചോണം. അതിന്റെ ഹെഡിങ് ഇങ്ങനെയാണ്, സ്വർഗ ദർശനം എന്നാണ്. അപ്പോ യോഹന്നാൻ കാണുന്നത് ഭൂമിയെ അല്ല, പിന്നെ എന്താണ് കാണുന്നത്? സ്വർഗത്തെയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ സ്വർഗത്തിൽ ഇനി എന്താ നടക്കുന്നത്? വളരെ ശ്രദ്ധിച്ച് കേട്ടോണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു പരിശുദ്ധ കുർബാനയുടെ സമയത്ത് എന്താണ് നടക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എല്ലാ പരിശുദ്ധ കുർബാനയും ഇതേ സ്ട്രക്ചറിലാണ്. എന്ന് പറഞ്ഞാൽ ആദ്യം ഈ ശുശ്രൂഷ നടക്കുന്നത് ഭൂമിയിലാണ്. പക്ഷെ പരിശുദ്ധ കുർബാനയുടെ ഇടയിൽ പെട്ടെന്ന് ലൊക്കേഷൻ ചേഞ്ച് ചെയ്യും. ലൊക്കേഷൻ ഭൂമി വിട്ട് എങ്ങോട്ട് പോകും? സ്വർഗത്തിലേക്ക് പോകും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. റോമൻ ലിറ്റർജിയിൽ എന്ന് പറഞ്ഞാൽ ലാറ്റിൻ ആരാധനാക്രമത്തിൽ പരിശുദ്ധ കുർബാനയിൽ ഇങ്ങനെ ഒരു വചനമുണ്ട്. പരിശുദ്ധ കുർബാനയുടെ ആരാധനയുടെ പ്രധാനപ്പെട്ട തലങ്ങൾ വരുന്നതിന് മുമ്പിട്ട് ഇങ്ങനെ ഒരു വചനമുണ്ട്, ടു ലിഫ്റ്റ് അപ്പ് യുവർ ഹാർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിചാരങ്ങൾ ഉയരട്ടെ. മനസ്സിലാവുണ്ടോ? നമ്മുടെ വിചാരങ്ങൾ ഉയരട്ടെ. സീറോ മലബാർ കുർബാനയിലാണെങ്കിൽ ഇങ്ങനെ പറയും, ഉയരങ്ങളിലേക്ക് ഉയരട്ടെ. മനസ്സിലാവുന്നുണ്ടോ? മലങ്കര കുർബാനയിലാണെങ്കിൽ പറയും, ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ദൈവമായ കർത്താവിങ്കിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇതാ അല്ലെ സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ മനസ്സിനെ ഉയർത്താം എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയും, ഇതാ ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. മനസ്സിലാവണം എന്ന് പറഞ്ഞാൽ ലൊക്കേഷൻ എവിടെയായി? ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോയി. തൊട്ടടുത്ത പ്രാർത്ഥന എന്തെന്നറിയാമോ? തൊട്ടടുത്ത പ്രാർത്ഥന മാലാകമാർ ഓശാന ഓശാന എന്ന് പാടി സ്തുതിക്കുന്നതാണ്. കാരണം സ്വർഗത്തിലാണ് മാലാകമാർ പാടി സ്തുതിക്കുന്നത്. അപ്പൊ പരിശുദ്ധ കുർബാനയ്ക്ക് ഒരാൾ പള്ളിയിലേക്ക് കയറിയപ്പോൾ അദ്ദേഹം എവിടെയായിരുന്നു? ഭൂമിയിലായിരുന്നു. പരിശുദ്ധ കുർബാനയുടെ ഇടയിൽ ഒരു വ്യക്തി എങ്ങോട്ട് ഉയർത്തപ്പെടുകയാണ്? സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുകയാണ്. അത് ഈ വെളിപാട് പുസ്തകം വെച്ചിട്ടാണ് ആ ഒരു സ്ട്രക്ചർ പരിശുദ്ധ കുർബാനയ്ക്ക് വന്നിരിക്കുന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. വളരെ ശ്രദ്ധിക്കണം, സമയമില്ല, ഇവിടെ പെട്ടെന്ന് പോവാണ്. ഇന്നുകൊണ്ട് ധ്യാനം തീരുകയാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഓടിച്ചു പോവുകയാണ്. അപ്പൊ ഈ ഭൂമിയിൽ നിന്ന് ഈ ലൊക്കേഷൻ എങ്ങോട്ട് മാറ്റപ്പെട്ടു? ഇതാ ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എങ്ങോട്ടാണ് ഉയർത്തിയിരിക്കുന്നത്? ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക്. പിന്നീട് പരിശുദ്ധ കുർബാന നടക്കുന്നത് ഈ ഭൂമിയിലല്ല, നമ്മുടെ പള്ളിയിൽ അൾത്താരയിലല്ല. പിന്നെ ഈ പരിശുദ്ധ കുർബാന നടക്കുന്നതും അത് പൂർത്തിയാകുന്നതും എവിടെയാണ്? സ്വർഗത്തിലാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പിന്നീട് ഈ അപ്പം തിരുവോസ്തിയായി മാറുന്നതും ഈ വീഞ്ഞ് കർത്താവിന്റെ യഥാർത്ഥ രക്തമായി മാറുന്നതും പിന്നെ അത് നടക്കുന്നത് എവിടെയാണ്? ഭൂമിയിലല്ല, പിന്നെ നടക്കുന്നത് എവിടെയാണ്? സ്വർഗത്തിലാണ്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വിശ്വാസത്തിന്റെ മഹാരഹസ്യം. മനസ്സിലാവുന്നുണ്ടോ? കർത്താവേ, അങ്ങയുടെ പ്രത്യാഗമനം വരെ ഞങ്ങൾ ഏറ്റുപറയുന്നു എന്നൊക്കെയുള്ള പ്രാർത്ഥന സ്വർഗത്തിൽ. ഇറ്റ്സ് എ ഹെവൻലി ഡിവൈൻ ലിറ്റർജി. ചേട്ടന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ പരിശുദ്ധ കുർബാനയിൽ എന്ത് സംഭവിച്ചു? ഇത് പെട്ടെന്ന് ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഇത് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു.
എന്ന് പറഞ്ഞാൽ ആരാധനയുടെ പൂർണ്ണത നടക്കുന്നത് സ്വർഗത്തിലാണ്. പരിശുദ്ധ കുർബാനയ്ക്ക് വരുന്ന ഒരാൾ ഭൂമിയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലും ഇത് പൂർത്തിയാകുന്നത് എവിടെയാണ്? സ്വർഗത്തിലാണ്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് അവസാനത്തെ പ്രാർത്ഥനയിൽ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല, അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സൗഖ്യം പ്രാപിക്കും. അത് ചൊല്ലിയാണ് നമ്മൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശരിയല്ലേ? ഞാനൊരു മലങ്കരക്കാരനാണ്, ശരിയാണോ? ശരിയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ യോഗ്യനല്ല, അങ്ങൊരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, ആത്മാവ് എന്ത് ചെയ്യും? സൗഖ്യപ്പെടും. ആത്മാവിന്റെ സൗഖ്യം നടക്കുന്നത് കിംസ് ഹോസ്പിറ്റലല്ല, മറിച്ച് ആത്മാവിന്റെ സൗഖ്യം നടക്കുന്നത് സ്വർഗത്തിലാണ്. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ പരിശുദ്ധ കുർബാനക്കിടയിൽ നമ്മൾ എവിടെ എത്തി? സ്വർഗത്തിലേക്ക് എത്തി. 5 പൈസ ചെലവില്ലാതെ, ടിക്കറ്റും പാസ്പോർട്ടും ഇല്ലാതെ നമ്മൾ എവിടേക്ക് എത്തി? സ്വർഗത്തിലെത്തി. മനസ്സിലാവുന്നുണ്ടോ? ദാറ്റ് ഈസ് ദ ട്രാൻസ്ഫോർമേഷൻ. ട്രാൻസെൻഡിങ് നേച്ചർ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ സ്വർഗത്തിലേക്ക് എത്തി. പിന്നീട് ഇത് നടക്കുന്നത് മുഴുവൻ സ്വർഗത്തിലാണ്. ഇനി വായിക്കാമോ? സ്വർഗത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് വെളിപാട് പുസ്തകം 4-ാമത്തെ അധ്യായം. വളരെ ശ്രദ്ധയോടെ നിങ്ങൾ ബൈബിൾ യഥാർത്ഥത്തിൽ പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ പരിശുദ്ധ കുർബാന മനസ്സിൽ കണ്ടുകൊണ്ട് വേണം വെളിപാട് പുസ്തകം നിങ്ങൾ വായിക്കാൻ. നമുക്ക് വളരെ പെട്ടെന്ന് ചില കാര്യങ്ങൾ മനസ്സിലാകും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എത്ര തവണ വായിച്ചാലും മനസ്സിലാകാത്തൊരു പുസ്തകമാണ് വെളിപാട് നമുക്ക് തോന്നാം. പക്ഷേ പരിശുദ്ധ കുർബാനയുടെ ഘടന നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് എന്തെങ്കിലും കേട്ട് എഴുതാന്നുള്ളത്, നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് വചനം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഇത് പഠിക്കാതെ രക്ഷപ്പെടില്ല. കാരണം മരണത്തിന് ശേഷം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് ഏറ്റവും കൂടുതൽ 100 വർഷം മാക്സിമം പോയാൽ, അല്ലെ, നല്ല കയ്യിലിരിപ്പൊക്കെ ആണെങ്കിൽ 100 വർഷം, അല്ലെങ്കിൽ അതിനു മുമ്പ് ആരെങ്കിലും തല്ലിക്കൊല്ലും. പക്ഷെ അത് കഴിഞ്ഞിട്ട് നൂറ്റാണ്ടുകളോളം ഒരു ജീവിതം നമുക്കുണ്ട്. മരണത്തിന് ശേഷമാണ് പ്രൊലോങ്ഡ് ലൈഫ്, ഒരു വലിയ ജീവിതമുണ്ട്. മനസ്സിലാവുണ്ട്? കർത്താവിനോടൊത്തൊരു ജീവിതം, എല്ലാവരും ജീവിക്കേണ്ട ഒരു ജീവിതമാണ്. അവിടെ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അവിടെ കെട്ടിടം പണിയില്ല, റിയൽ എസ്റ്റേറ്റ് ഇല്ല, കല്യാണം കഴിപ്പില്ല, മനസ്സിലാവുന്നുണ്ടോ? ബ്രോക്കർ പണികളില്ല, മറ്റൊരു കാര്യമില്ല. അവിടെ ഉള്ള ഒരേ ഒരു ജോലി, മരണത്തിന് ശേഷം നമുക്ക് ഒരേ ഒരു ജോലി മാത്രമേ ഉള്ളൂ. അത് റീൽസ് എടുപ്പല്ല, റീൽസ് കാണുന്നതല്ല, ട്വിറ്റർ ഹാൻഡിൽ ചെയ്യുന്നതല്ല, ഓൺലൈനിൽ സമയം ചെലവഴിക്കുന്നതല്ല. എല്ലാവർക്കും, എനിക്കും നിനക്കും ഒരൊറ്റ ജോലിയും മരണത്തിന് ശേഷമുള്ളൂ. ആ ജോലിയുടെ പേരാണ് ആരാധന. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒരൊറ്റ പണി മാത്രമേ ഉള്ളൂ സ്വർഗത്തിൽ. എന്താണത്? ആരാധന. വേറൊരു ജോലിയില്ല. അതുകൊണ്ട് പണി പഠിച്ചിട്ട് പോയാൽ അവിടെ ചെന്ന് നിനക്ക് പ്രൊഫഷണൽ ആവാം, അല്ലെങ്കിൽ കറങ്ങി അടക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് ഒരേ ഒരു ഏർപ്പാട് മാത്രമേ ഉള്ളൂ. അതെന്താണ്? അത് മാർപ്പാപ്പ മരിച്ചാലും, വൈദികൻ മരിച്ചാലും, ബിഷപ്പ് മരിച്ചാലും, അൽമായര് മരിച്ചാലും, ആര് മരിച്ചാലും മരണത്തിന് ശേഷം നമുക്ക് ഒരൊറ്റ ജോലി അവശേഷിക്കുന്നുള്ളൂ. അതെന്താണ്? ആരാധനയാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ഈ പണി നല്ലപോലെ പഠിച്ചോണം. ഭൂമിയിൽ വെച്ച് ഞാൻ വലിയൊരു സംഭവമായിരുന്നു എന്ന് പറഞ്ഞാൽ അതൊക്കെ സെമിത്തേരിയിൽ സ്ലാബ് വെക്കുന്നത് വരെ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ ഒന്ന് എഴുതി വെക്കുമായിരിക്കും. കുറെ നാൾ കഴിയുമ്പോൾ കാറ്റും മണ്ണും അടിച്ച് അതെല്ലാം മാഞ്ഞു പോവുകയും ചെയ്യും. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. അത്രയൊക്കെ ഉള്ളൂ ഈ ഭൂമിയിൽ വെച്ച് നേടുന്നത് മുഴുവൻ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ള ഏക ഏർപ്പാട് എന്താണ്? ആരാധനയാണ്. അതാണ് മനുഷ്യ ജീവിതത്തിന്റെ പ്രത്യേകത. അതുകൊണ്ട് ഈ വെളിപാട് പുസ്തകം മുഴുവൻ ആരാധനയെ പറ്റിയാണ് പറയുന്നത്. വായിക്കാമോ? വെളിപാട് പുസ്തകം 4-ാമത്തെ അധ്യായം. 4-ാമത്തെ അധ്യായത്തിന്റെ 8 മുതലുള്ള തിരുവചനങ്ങൾ. വെളിപാട് 4:8 വായിച്ചേ. ഈ 4 ജീവികൾക്കും 6 ചിറകുകൾ വീതം. മാലാഖമാരെ പറ്റിയൊക്കെ പറയുന്നത്. ചുറ്റിലും നിറയെ കണ്ണുകൾ, രാപകൽ ഇടവിടാതെ അവ ഉദ്ഘോഷിക്കുന്നു. പഠിച്ചോണം, വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. സ്വർഗത്തിൽ എപ്പോഴും ആവർത്തിക്കപ്പെടുന്ന ഒരു പ്രാർത്ഥനയാണത്. എന്താണ് ആ പ്രാർത്ഥന? ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീയ കൃപകൾ വ്യാപരിക്കാനുള്ള ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയാണത്. അത് കാണാതെ പഠിച്ചോണം. എന്താണ് ആ പ്രാർത്ഥന? ആയിരുന്നവനും ആയിരിക്കുന്നവനും പിന്നെന്താണ്? വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ്. ആരാണവൻ? പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാ പരിശുദ്ധ കുർബാനയിലും ആവർത്തിക്കുന്ന ഒരു വചനമാണത്. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും നിത്യനുമായ കർത്താവ്. ആരാണ്? പരിശുദ്ധൻ, 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 ഹോളി ഓഫ് ഹോളി. അപ്പൊ അതുകൊണ്ട് ദൈവം പരിശുദ്ധനാണ് എന്നുള്ളൊരു പ്രാർത്ഥന ഇത് ചൊല്ലി മാലാഖമാർ എന്ത് ചെയ്യുകയാണ്? ദൈവത്തെ ആരാധിക്കുകയാണ്. അതുകൊണ്ട് ദൈവ ആരാധന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. യെശയ്യാ പ്രവചനം 66-ാമത്തെ അധ്യായം.
യേശയ്യ അവസാനിപ്പിക്കുന്നത്, യേശയ്യ തന്റെ പ്രവചനങ്ങൾ അവസാനിപ്പിക്കുന്നത് ആരാധനയെ പറ്റി പറഞ്ഞുകൊണ്ടാണ്. യേശയ്യ പ്രവചനം 66-ാമത്തെ അധ്യായം, അവസാനത്തെ അധ്യായം, അവസാനങ്ങളിലുള്ള വചനങ്ങൾ 22 മുതലുള്ള തിരുവചനങ്ങൾ. യേശയ്യ 66, 22 മുതലുള്ള തിരുവചനങ്ങൾ വായിക്കാമോ? ഞാൻ സൃഷ്ടിക്കുന്ന, വായിച്ചേ, പുതിയ ആകാശവും പുതിയ ഭൂമിയും. വെളിപാടിൽ നമ്മൾ കണ്ടതാണ് 21-ാമത്തെ അധ്യായത്തിൽ. അത് തന്നെയാണിത്. ഞാൻ സൃഷ്ടിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്റെ മുമ്പിൽ നിലനിൽക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ സന്തതികളുടെ നാമവും നിലനിൽക്കും. വളരെ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും. തലമുറകൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ, ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ ഏകദേശം ഒരു 10-500 വീട്ടുകാർ ഈ പള്ളിയിൽ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ആണോ? 10-500 പേരുണ്ട്. ഓക്കെ, എത്ര ആയിക്കോട്ടെ, അല്ലെങ്കിൽ 1000 ഉണ്ടെന്ന് വിചാരിച്ചോ, ആയിക്കോട്ടെ. അപ്പൊ ഇന്ന് ഈ വർഷം 2026 അല്ലെ? 2026 അല്ലേ? എനിക്ക് തെറ്റിയതല്ലോ. 2026 ഫെബ്രുവരി മാസം. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഒരു 50 വർഷം കഴിഞ്ഞ് ഇതുവഴി വീണ്ടും ഞാൻ വരികയാണ് എന്ന് വിചാരിക്കുക. എന്റെ ഒരു സ്വഭാവം അനുസരിച്ച് 50 വർഷം കൂടെയൊക്കെ ഞാൻ ജീവിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ വരുമ്പോ അന്നിരിക്കുന്ന വികാരി അച്ഛൻ എന്നെ ഒരു കൺവെൻഷന് വിളിച്ചാൽ 50 വർഷം കഴിഞ്ഞ്, അല്ലെങ്കിൽ വേണ്ട 50 എന്ന് പറഞ്ഞാൽ അല്പ അഹങ്കാരമായി പോകും, ഒരു 25 മതി. അത്രയും ഒരുപാട് നമ്മള് നീട്ടണ്ട. 25 വർഷം, ഒരു 25 വർഷം കഴിഞ്ഞ് ഞാൻ ഈ ഭാഗത്തൂടെ വരുമ്പോൾ വീണ്ടും ഒരു കൺവെൻഷൻ നടത്താൻ ദൈവം എനിക്കൊരു അവസരം തന്നാൽ, ഞാൻ ഇതുപോലെ ഇവിടെ നിന്ന് കൺവെൻഷന് ദൈവവചനം നിങ്ങളോട് പ്രസംഗിക്കുമ്പോ, അല്ലെങ്കിൽ ഞാൻ ഒരു പരിശുദ്ധ കുർബാന നമ്മുടെ ഈ ദേവാലയത്തിന്റെ അൾത്താരയിൽ അർപ്പിക്കുമ്പോ, എന്റെ ചോദ്യം ഇതാണ്: നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് എത്ര പേർ ആ കുടുംബത്തിൽ ആ വിശുദ്ധ കുർബാനയ്ക്ക് ആമേൻ പറയാൻ അവശേഷിക്കും? ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ പറയും മനുഷ്യന്റെ കാര്യത്തിൽ അങ്ങനൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട. ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് ആ 25 വർഷത്തിന് ശേഷം നിങ്ങളുടെ ഒക്കത്തിരിക്കുന്ന, നിങ്ങളുടെ അടുത്തിരിക്കുന്ന മക്കൾക്ക് വിശ്വാസം ഉണ്ടാകുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. അല്ലെ, ആയുസിനെ പറ്റി ഒന്നുമല്ല, അതെല്ലാം കർത്താവിലാണ്. ഞാനൊരു ഉദാഹരണം ചോദിക്കുകയാണ്. 25 വർഷം കഴിഞ്ഞ് ഞാനൊരു കുർബാനയ്ക്ക് വരുമ്പോ എന്റെ ചോദ്യം ഇതാണ്: എന്റെ കുർബാനയ്ക്ക് ഒരാമേൻ പറയാൻ നിങ്ങളുടെ എത്ര വീടുകളിൽ നിന്ന് വിശ്വാസികൾ ഈ ദേവാലയത്തിൽ അവശേഷിക്കും? ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ട്? ഒരു വെല്ലുവിളി ഉയർത്തിയിട്ട് ഞാൻ പോവാണ്. നിങ്ങൾ എന്നെ കല്ലെറിയരുത്. മലങ്കരയിൽ ഒരു അച്ഛൻ ഇവിടെ വന്നിട്ട് വെല്ലുവിളി ഉയർത്തിപ്പോയി നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചിന്തിക്കാൻ വേണ്ടി ചോദിക്കുകയാണ്. 25 വർഷം കഴിയുമ്പോൾ കർത്താവ് ചോദിക്കുന്നുണ്ട് ചോദ്യം. കർത്താവ് ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയാമോ? മനുഷ്യപുത്രൻ രണ്ടാമത് വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം അവശേഷിക്കുമോ? ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ വലിയ വീട് വെച്ചു, നമ്മൾ വലിയ പാലം പണിതു, നമ്മൾ വലിയ ടെറസുള്ള വലിയ സംവിധാനം ചെയ്തു, നമ്മൾ ഹൈവേയിൽ 10 ഏക്കർ വസ്തു വാങ്ങിച്ചിട്ടു, വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് തിരുവനന്തപുരത്ത് വെച്ചു, വേറൊരു ലുലു മാർക്കറ്റ് തുടങ്ങി. ഒരു കാര്യമില്ല. 25 വർഷം കഴിയുമ്പോൾ നിന്റെ വീട്ടിൽ നിന്റെ ഒക്കത്തിരിക്കുന്ന കുഞ്ഞ് ഈ പള്ളിയിൽ അർപ്പിക്കപ്പെടുന്ന ഒരു പരിശുദ്ധ കുർബാനയിൽ ആമേൻ പറയാൻ ഉണ്ടാകുമെന്ന് നെഞ്ചത്ത് കൈവച്ച് പറയാൻ നീ സാധിച്ചാൽ നീ ഒരു വിജയിച്ച അപ്പനാണ്, വിജയിച്ച അമ്മയാണ്. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് തലമുറകൾ നിലനിൽക്കാൻ വേണ്ടിയുള്ള ഒരു വചനം ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഒരു കാര്യം വീട്ടിൽ ചെയ്താൽ തലമുറ നശിച്ചു പോവില്ല. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് 8ാമത്തെ കുരിശിന്റെ വഴിയുടെ 8ാമത്തെ സ്റ്റേഷനിൽ 8ാം സ്ഥലത്ത് കർത്താവ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്: ജെറുസലേമിലെ പുത്രിമാരെ, നിങ്ങൾ എന്നെ ഓർത്ത് കരയണ്ട. ആരെ ഓർത്ത് കരയുവിൻ? നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയുവിൻ. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ജെറുസലേം എന്ന് പറഞ്ഞാൽ നീ വസിക്കുന്ന സ്ഥലം നശിക്കാൻ പോകുന്നു. നീയും നിന്റെ മക്കളും പട്ടിണി കിടന്ന് മരിക്കും. ആ സംഭവം അവിടുന്ന് പ്രവചിക്കുകയായിരുന്നു എന്നൊക്കെ കുരിശിന്റെ വഴിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ വിശ്വാസമുള്ള ഈ തലമുറ, ഈ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമോ? അതുകൊണ്ട് തലമുറകൾ നിലനിൽക്കാൻ വേണ്ടി വളരെ ശ്രദ്ധിക്കണം. ശ്രദ്ധ മാറി പോകരുത്, പരിസരങ്ങളിലേക്ക് പോകരുത്. വളരെ ശ്രദ്ധിക്കണം. ഒരു കാര്യം കർത്താവ് ഇന്ന് രാത്രിയിൽ നിന്റെ ആത്മാവിനോട് ചോദിക്കുകയാണ്. വചനം ഇതാണ്, യെശയ്യാ 66-ാം അധ്യായം 22-ാമത്തെ തിരുവചനം. വചനം എങ്ങനെയാണ്? ഞാൻ സൃഷ്ടിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്റെ മുൻപിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങളുടെ സന്തതികളുടെ നാമവും നിലനിൽക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. കർത്താവ് എല്ലാവരും തലയെ കൈവച്ചിട്ട് പറയുകയാണ്, എന്ത് ചെയ്യും? നിങ്ങളുടെ സന്തതികൾ നിലനിൽക്കും. പക്ഷേ അതിനൊരു കണ്ടീഷൻ ഉണ്ട്. ഒരു കാര്യം നീ ചെയ്താൽ ഒരു അനുഗ്രഹം കിട്ടും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ.
എന്താണ് ചെയ്യേണ്ടത്? വായിക്കാമോ? 23-ാമത്തെ വചനം, യെശയ്യാ 66:23 വായിച്ചേ. അമാവാസി മുതൽ അമാവാസി വരെയും സാബത്ത് മുതൽ സാബത്ത് വരെയും മർത്യരെല്ലാവരും എന്റെ മുൻപിൽ ആരാധനയ്ക്കായി വരണം, അല്ലെങ്കിൽ വരും. അല്ലെ? എന്താ നീ ചെയ്യേണ്ട കാര്യം? എന്താണ്? വായിച്ചേ. അമാവാസി മുതൽ അമാവാസി വരെ എന്ന് പറഞ്ഞാൽ ഈ അമാവാസി മുതൽ അത് അമാവാസി വരെ, അത് മുതൽ അടുത്ത അമാവാസി വരെ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? 365 ദിവസവും എന്നാണ് അതിന്റെ അർത്ഥം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലുണ്ട്? ഈ ജനുവരി മുതൽ സെപ്റ്റംബർ വരെ, സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെ എന്ന് പറയാൻ അർത്ഥം എന്താണ്? ജനുവരി മുതൽ ഡിസംബർ വരെ എന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? അത് ഇച്ചിരി ആലങ്കാരികമായിട്ട് സാഹിത്യ ഭാഷയിൽ പറഞ്ഞിരിക്കുന്നേ ഉള്ളൂ. അമാവാസി മുതൽ അമാവാസി വരെയും മർത്യരെല്ലാവരും എന്റെ മുൻപിൽ ആരാധനയ്ക്കായി വരണം. അതുകൊണ്ട് കുടുംബം നിലനിൽക്കാനുള്ള വഴി, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, തീർത്ഥാടകരെ, ഈ രാത്രിയിൽ കർത്താവ് നിങ്ങളോട് പറയുകയാണ്, ദൈവാരാധനയിൽ മുടക്കം വരാൻ പാടില്ല. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. ഏക സത്യവും ഏക ദൈവവുമായ കർത്താവ് ഈശോ മിശിഹായെ ജീവിതത്തിന്റെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് കർത്താവിനെ നീ ഹൃദയത്തിൽ 1-ാം സ്ഥാനം കൊടുത്ത് ആ 1-ാം സ്ഥാനത്ത് ദൈവത്തെ നിർത്തുന്നതിന്റെ പേരാണ് ആരാധന. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. എന്താണ് ആരാധന? ആരാധന എന്ന് പറഞ്ഞാല് നമ്മൾ പള്ളിയിൽ വന്ന് കുറെ പാട്ടുകൾ പാടുന്നതല്ല ആരാധന. അങ്ങനെയാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. അതല്ല ആരാധന. ആരാധന എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിന്റെ രക്ഷകനും നാഥനും ദൈവവും കർത്താവുമായി ഈശോ മിശിഹായെ നിന്റെ ജീവിതത്തിന്റെ 1-ാം സ്ഥാനത്ത്, put him in the first place, 1-ാം സ്ഥാനത്ത് നീ പ്രതിഷ്ഠിച്ചിരിക്കുന്നതിന്റെ പേരാണ് ആരാധന. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കാൾ ഉപരിയായി ഒന്നും നിന്റെ ജീവിതത്തിലില്ല. ബാക്കിയെല്ലാം 2-ാം സ്ഥാനമാണ്. മനസ്സിലാവുന്നുണ്ട്? പരിശുദ്ധ കുർബാനയ്ക്ക് വരാൻ നിന്റെ ബിസിനസ് ഒരു തടസ്സമല്ല. പരിശുദ്ധ കുർബാനയ്ക്ക് വരാൻ മറ്റൊന്നും തടസ്സമല്ല. നിന്റെ ശരീരമോ ശരീരത്തിന്റെ വേദനകളോ രോഗങ്ങളോ ഭാരങ്ങളോ ഒന്നും തടസ്സമല്ല. ദൈവത്തെ ആരാധിക്കാൻ ഒന്നും നിന്നെ തടസ്സപ്പെടുത്താൻ പാടില്ല. അതുകൊണ്ട് വചനം പറയുകയാണ്, അമാവാസി മുതൽ അമാവാസി വരെയും സാബത്ത് മുതൽ സാബത്ത് വരെയും മർത്യരെല്ലാവരും എന്റെ മുൻപിൽ എന്തിനു വരണം? ആരാധനയ്ക്ക് വരണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോ ദൈവം അന്വേഷിക്കുന്നത് ദൈവത്തെ ആരാധിക്കുന്ന ആളുകളെയാണ്. ഒരു 500 പേര് ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ, ഒരു 1000 പേര് ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ, ദൈവം മുകളിൽ നിന്ന് നോക്കുമ്പോ ദൈവം അന്വേഷിക്കുന്നത് ആരെയാണ്? നമ്മൾ വിചാരിക്കും വലിയ കാറി വന്നവനെയാണ്. അല്ല. വലിയ പണക്കാരനെ അല്ല, വലിയ പണം സംഭാവന കൊടുത്തവനെ അല്ല. യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ കർത്താവ് അത് പഠിപ്പിക്കുന്നു. ആരെയാണ് പിതാവായ ദൈവം അന്വേഷിക്കുന്നത്? 23-ാമത്തെ വചനം, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 23. ഒരാൾക്കൂട്ടത്തിനിടയിൽ ദൈവം അന്വേഷിക്കുന്നത് ആരെയാണ്? ദൈവം അന്വേഷിക്കുന്നത് വലിയ സമ്പത്തുള്ളവനെയാണോ? വലിയ സ്ഥാനമാനങ്ങൾ ഉള്ളവനെയാണോ? അല്ല. ദൈവം അന്വേഷിക്കുന്നത് ആരെയാണ്? വായിക്കാമോ? 4:23. എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു, അല്ല അതിപ്പോൾ തന്നെയാണ്. അടുത്ത വചനം വരയിട്ടോണം, വരച്ചു പഠിച്ചോണം. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെ തന്നെയാണ് പിതാവായ ദൈവം അന്വേഷിക്കുന്നത്. അപ്പോൾ പിതാവായ ദൈവം ഒരു ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് തപ്പിയെടുക്കുന്നത് ആരെയാണ്? ആരാധിക്കുന്നവരാണ്. ആരാധകരെയാണ് ദൈവം അന്വേഷിക്കുന്നത്. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ദൈവത്തെ നിങ്ങൾ ഹൃദയത്തിൽ പൂജിക്കുവിൻ എന്നൊക്കെ ദൈവവചനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നതാണ്. കർത്താവിനെ ഒരു പ്രശ്നം വരുമ്പോ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ഒരോട്ടം, ഒരു പ്രശ്നം വരുമ്പോ വേളാങ്കണ്ണിയിലേക്ക് ഒരോട്ടം. മനസ്സിലാവുന്നുണ്ട്? ഒരു പ്രശ്നം വരുമ്പോ ഈ ദേവാലയം, ഈ തീർത്ഥാടന ദേവാലയത്തിൽ അങ്ങനെയല്ല. ഇത് ദേവാലയം എന്ന് പറയുന്നത് ഒരു വില്ലേജ് ഓഫീസ് അല്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായി? നമ്മുടെ കാര്യങ്ങൾ നടക്കാനുള്ളൊരു ഇടമാണ് ദേവാലയം എന്ന് വിചാരിക്കരുത്. പൗലോസ്ലീഹ പറയുകയാണ്, ക്ലേശമോ ദുരിതമോ ആപത്തോ വാളോ പട്ടിണിയോ നഗ്നതയോ എന്തു വന്നാലും കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കും എന്നെ വേർപെടുത്താൻ കഴിയുകയില്ല. ഈ ജീവിതത്തിൽ നമ്മൾ ദൈവത്തെ വിളിക്കുന്നത് കൊണ്ട് ജീവിതത്തിൽ നാളെ മുതൽ എല്ലാ ദിവസവും വലിയ സൗഭാഗ്യങ്ങളായിരിക്കുമെന്ന് വിചാരിക്കരുത്. വേദനകൾ ഉണ്ടാകും, സഹനങ്ങൾ ഉണ്ടാകും. പക്ഷേ അതിനപ്പുറത്ത് ഒരു നിത്യജീവിതമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഈ ജീവിതത്തിനപ്പുറത്ത് ഒരു നിത്യജീവിതമുണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. അതുകൊണ്ട് ഈ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ പറ്റി നമ്മൾ അധികം ആകുലരാകേണ്ട കാര്യമില്ല. വായിക്കാമോ? റോമാലേഖനം 8-ാം അധ്യായം 18-ാം തിരുവചനം. റോമാലേഖനം 8:18. റോമാലേഖനം 8-ാം അധ്യായം 18-ാമത്തെ തിരുവചനം. വചനം ഇങ്ങനെ വായിക്കുകയാണ്, നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട്, ഉറക്കെ വായിച്ചോ,
തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ അറിയുന്നു. അല്ലെ, നമുക്കൊരു മഹത്വം വെളിപ്പെടാനുണ്ട്. ഈ ഭൂമിയിലെ ജീവിതം നമ്മുടെ അവസാനത്തെ പോയിന്റ് അല്ല, ഇതിനപ്പുറം ഇതൊരു തുടക്കമാണ്. ഇതിനപ്പുറം ഒരു നിത്യജീവിതമുണ്ട്. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. മരണത്തിന് ശേഷം ഒരു നിത്യജീവിതമുണ്ട്. ഈശോ മിശിഹായോടൊത്ത് ഉള്ള ഒരു ജീവിതം സ്വർഗത്തിലുണ്ട്. അതാണ് ആരാധനയിൽ കർത്താവേ അങ്ങയുടെ പ്രത്യാഗമനം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. വിശ്വാസത്തിന്റെ മഹാരഹസ്യമെന്ന് വൈദികൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. സ്വർഗത്തോളം എത്തുന്ന ഒരു പ്രാർത്ഥനയാണത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അല്ലെ, അങ്ങയുടെ പ്രത്യാഗമനം, അങ്ങ് രണ്ടാമത് വരും, മരിച്ചവരുടെ ഉയർപ്പ്, പുതിയ ജീവനിലുള്ള വിശ്വാസം, അതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. അപ്പോൾ ഈ വചനം വായിച്ചേ, റോമാലേഖനം 8:18, നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണ് എന്ന് ഞങ്ങൾ അറിയുന്നു. ഈ ജീവിതം ഇന്നത്തെ വേദനകൾ നിസ്സാരമാണ് എന്ന് നമ്മൾ അറിയുകയാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ കർത്താവിനോട് ചേർന്ന് ഉയർത്തെഴുന്നേൽക്കുമെന്ന് നമ്മൾ വിശ്വസിക്കണം. വായിക്കാമോ? 1 കൊരിന്തോസ് 15-ാമത്തെ അധ്യായം. 1 കൊരിന്തോസ് 15-ാമത്തെ അധ്യായം 51 മുതലുള്ള തിരുവചനങ്ങൾ. 1 കൊരിന്തോസ് 15-ാം അധ്യായം 51 മുതലുള്ള തിരുവചനം. ഒരു വളരെ വലിയൊരു രഹസ്യം പൗലോസ് ശ്ലീഹ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇതാ ഞാൻ നിങ്ങളോട് ഒരു രഹസ്യം പറയുന്നു, നാം എല്ലാവരും നിദ്ര പ്രാപിക്കുകയില്ല. അവസാനത്തെ കാഹളം മുഴങ്ങുമ്പോൾ കണ്ണിമയ്ക്കുന്നത്ര വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. എന്തെന്നാൽ കാഹളം മുഴങ്ങുകയും മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം എല്ലാവരും രൂപാന്തരപ്പെടുകയും ചെയ്യും. എന്താണ് വചനം പറയുന്നത്? നമ്മളെല്ലാവരും രൂപാന്തരപ്പെടും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവിനോടൊത്ത്, കർത്താവ് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റത് സത്യമാണെങ്കിൽ നമ്മുടെ ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെടും. അത് നമ്മൾ ഭൂമിയിൽ ആഘോഷിക്കുന്ന, പ്രഖ്യാപിക്കുന്ന സമയമാണ് ആരാധനയുടെ, പരിശുദ്ധ കുർബാനയുടെ സമയം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ആരാധന, അതാണ് യോഹന്നാനിൽ നമ്മൾ കണ്ടത്, അതാണ് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന ആരാധകരെയാണ് പിതാവായ ദൈവം അന്വേഷിക്കുന്നത്. ഇനി ആരാധനയുടെ വളരെ പ്രധാനപ്പെട്ട ചില അനുഗ്രഹങ്ങളെ പറ്റി നമ്മളിപ്പോൾ വായിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 23-ാമത്തെ അധ്യായം എടുക്കാമോ? ഉൽപ്പത്തി, പുറപ്പാട്. പഴയ നിയമമാണ് ഉൽപ്പത്തി പുസ്തകം, അത് കഴിഞ്ഞ് പുറപ്പാട് പുസ്തകം. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 25 മുതലുള്ള തിരുവചനം കാണാതെ പഠിക്കേണ്ട വചനമാണ്. പുറപ്പാട് 23-25 വചനം വായിക്കുകയാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. എന്താണ് ചെയ്യണം? നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ, പറഞ്ഞേ, നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ എന്ത് ചെയ്യണം? പറയൂ, എന്ത് ചെയ്യണം? വലിയ ഫോട്ടോ വെച്ച് ബൾബിട്ട് വെക്കണം ആണോ? അല്ല, അതൊന്നുമല്ല. നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ എന്ത് ചെയ്യണം? ആരാധിക്കണം. അല്ലെ, കുറെ ഫോട്ടോ വാങ്ങിച്ചു വെച്ചൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. അപ്പോൾ വീട്ടിന്റെ അവസ്ഥകൾ മാറും. വായിച്ചേ, അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷണവും പാനീയവും ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗങ്ങൾ ഞാൻ നിർമ്മാർജ്ജനം ചെയ്യും. ഗർഭഛിദ്രമോ വന്ധ്യതയോ നാട്ടിൽ ഉണ്ടാവുകയില്ല. നിനക്ക് ഞാൻ ദീർഘായുസ് തരും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ 25-ാമത്തെ വചനം കാണാൻ പഠിക്കണം. ദൈവാരാധന നടത്തുമ്പോ വളരെ പ്രധാനപ്പെട്ട 5 അനുഗ്രഹങ്ങൾ കർത്താവ് തരികയാണ്. അതിലെന്താണ്? നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. അപ്പോൾ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ഞാൻ ആശീർവദിക്കും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഭൂമിയിൽ നമ്മുടെ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ് ആഹാരവും വെള്ളവും. ആഹാരമില്ലാത്തൊരവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ട്? വെള്ളമില്ലാത്തൊരവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ ഒരു ദൈവാരാധനയുടെ ഫലമായി നമുക്ക് ലഭിക്കുന്നതാണ് എന്ന് നമ്മൾ ഓർത്തിരിക്കണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇന്നത്തെ തലമുറയിൽ നമുക്ക് ആഹാരം ലഭിക്കുന്നെങ്കിൽ നമുക്ക് മുൻപേ ജീവിച്ച ആളുകൾ ദൈവത്തെ വിളിച്ചത് കൊണ്ടും മഴയോ വെയിലോ വകവയ്ക്കാതെ ദേവാലയത്തിൽ വന്ന് ബലിയർപ്പിച്ച പൂർവികരായിട്ടുള്ള മാതാപിതാക്കൾ, മരിച്ചുപോയ ആളുകൾ നമ്മുടെ വീടുകളിലുള്ളത് കൊണ്ടാണ്. നിങ്ങൾ സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ വീട്ടിൽ ചെല്ലുമ്പോ നിങ്ങളുടെ ഡൈനിങ് ടേബിളിൽ ആഹാരം അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ആരൊക്കെയോ ചില ആളുകളുടെ നിലവിളികളുണ്ട്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ അടുത്ത ചോദ്യം ഇതാണ്, നിന്റെ അടുത്ത തലമുറയ്ക്ക് ആഹാരം ഉണ്ടാകുമോ? ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ വിളിക്കണമെന്ന് പറയുന്നത്. നമ്മൾ ഇന്നത്തെ അവസ്ഥയ്ക്ക് മാറ്റം വരാൻ നിമിഷങ്ങൾ മതി.
നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക് മാറ്റം വരാൻ സെക്കൻഡുകൾ മതി. ദരിദ്രനെ സമ്പന്നനാക്കാനും സമ്പന്നനെ ദരിദ്രനാക്കാനും കർത്താവിന് 1 നിമിഷം മതി. മൈക്രോ സെക്കൻഡ് മതി കാര്യങ്ങൾ തിരിഞ്ഞുമറിയാൻ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. കാര്യങ്ങൾ അവതാളത്തിലാകാൻ അല്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടാൻ സെക്കൻഡുകളിൽ ഒന്ന് മതി. മൈക്രോ സെക്കൻഡ് മതി ഒരു ജീവിതം തിരിഞ്ഞുമറിയാൻ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതുവരെ ശക്തനായിരുന്ന സാംസൺ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ വളരെ ശക്തിമാനായിരുന്നു. ഒറ്റ നിമിഷം കൊണ്ട് അവൻ അന്ധനായി മാറിയതായിട്ട് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. മനസ്സിലാവുന്ന ഒരു വലിയ കെട്ടിടത്തിലേക്ക് അവന്റെ കണ്ണുകളെല്ലാം ചുഴിഞ്ഞെടുക്കപ്പെട്ടു. ഒരു കാലത്ത് നാടിനെ ഉറപ്പിച്ചിരുന്ന ഒരു അതിശക്തനാണ്. പക്ഷെ ദൈവത്തിന്റെ കൃപ അവന്റെ ഉള്ളിൽ നിന്ന് നഷ്ടപ്പെട്ടപ്പോൾ സാവൂൾ എന്ന് പറയുന്ന ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവ് ഏറ്റവും വലിയ ചെറുപ്പക്കാരനാണ്. ആ നാട്ടിലെ ഏറ്റവും പൊക്കം കൂടിയവൻ, ഏറ്റവും വലിയ സുന്ദരൻ, അവനോളം തലയെടുപ്പുണ്ടായിരുന്ന ഒരാള് അവിടെ ഉണ്ടായിരുന്നില്ല. ഒടുവിൽ ഒരു മാനസിക രോഗം ബാധിച്ച് ദൈവത്തിന്റെ ആത്മാവ് അവനിൽ നിന്ന് വിട്ടുപോയത് പോലും അവൻ അറിഞ്ഞില്ല എന്നാണ് നമ്മൾ കാണുന്നത്. ഒരു ജീവിതം രാജാവായിരുന്നവനാണ്, ഇസ്രായേലിലെ ആദ്യത്തെ രാജാവാണ്. ഒടുവിൽ മാനസിക രോഗത്തിന് ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ഒരവസ്ഥയിലേക്ക് ഈ രാജാവ് എത്തിച്ചേർന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു ജീവിതം മാറുന്നത് അങ്ങനെയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവസന്നിധിയിൽ അഹങ്കരിക്കാൻ ഒന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. ഒരു നേരത്തെ ഭക്ഷണം നമ്മുടെ കയ്യിൽ കിട്ടുമ്പോ എന്ത് ചെയ്യണം? നമ്മൾ കർത്താവിനെ ആരാധിക്കണം. കോവിഡ് കാലത്ത് ഞാൻ കണ്ട വാട്സപ്പിൽ വന്നൊരു വീഡിയോ, ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. വളരെ റിയൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. എനിക്കൊരു വൈദികൻ അയച്ചതെന്നാണ്. ആഫ്രിക്കയിലാണ് സംഭവം നടക്കുന്നത്. ആഫ്രിക്ക പൊതുവെ ഒരു ദരിദ്ര രാജ്യമാണ്. ആഫ്രിക്കയുടെ പല ഭാഗങ്ങളിലും ഭയങ്കര ദാരിദ്ര്യമാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. 2-3 ദിവസങ്ങൾക്ക് മുൻപ് ആഫ്രിക്കയിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു മലയാളി വൈദികൻ ധ്യാന കേന്ദ്രത്തിൽ വന്നിരുന്നു. അപ്പൊ അദ്ദേഹം പറയാണ്, ഈ പള്ളിയിലൊക്കെ ഈ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അച്ഛന്മാർ ഉപയോഗിക്കുന്ന ഇതുപോലത്തെയുള്ള തിരുവസ്ത്രങ്ങളുണ്ടല്ലോ, ഇതുപോലുള്ള തിരുവസ്ത്രങ്ങൾ. അപ്പൊ നിങ്ങൾ ഇതിന്റെ സൈഡ് കണ്ടോ? ഇതിന്റെ സൈഡിൽ ഈ ഗോൾഡ് കളർ ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ. നമുക്കറിയാം ചാലയിൽ നിന്ന് വാങ്ങിക്കുന്ന 25 രൂപ മീറ്ററിന് വിലയുള്ള സാധനമാണ് ഈ അടിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ അവിടെയുള്ള ആളുകൾ ചിന്തിച്ചിരിക്കുന്നത് ഇത് സ്വർണ്ണമാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഒരച്ഛനെ അൾത്താരെ കയറി ഇടിച്ചിട്ടിട്ട് ഇത് ഊരി എടുത്തോണ്ട് പോയി. മനസ്സിലാവുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത്രയും ഗതികെട്ട ഒരു സ്ഥലമാണ്. ഇത് കൊടുത്താൽ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച് മാതാവിന്റെ സ്റ്റാച്ചുകളൊന്നും പള്ളി വെക്കാൻ പറ്റില്ല. അവർ സ്റ്റാച്ചു രാത്രിയിൽ അടിച്ചോണ്ടു എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു തിരിക്കാല് വെക്കാൻ പറ്റില്ല. കാരണം ഇത് കൊണ്ടുപോയി വിറ്റാൽ ഒരു പഴം മേടിക്കാനുള്ള പൈസ കിട്ടുമെന്ന് വിചാരിച്ച് കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും. വാഴയുടെ മാണം ഉണ്ടല്ലോ, വാഴയുടെ അടിഭാഗത്തുള്ള മാണം, ഇവിടെ എന്താണെന്ന് പറയുന്നത് എനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്ന വാഴമാണം എന്നാണ്. ആ വാഴമാണമാണ് കല്യാണങ്ങൾക്ക് അവർ സദ്യയായി വിളമ്പുന്ന ഏറ്റവും ഡെലീഷ്യസ് ആയിട്ടുള്ള സാധനം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുണ്ട്? പല്ലിയെയും പ്രാണിയൊക്കെയാണ് അവർ കഴിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത്രയും ദരിദ്രമായ ഒരു രാജ്യമാണ്, ഒരു ദരിദ്രമായ രാജ്യം. മനസ്സിലാവുണ്ട്? രാവിലെ 7 മണിക്ക് പള്ളിയിൽ ഒരു ശുശ്രൂഷ തുടങ്ങിയാൽ 9 മണി വരെ അവരിയ്ക്കും പള്ളിയിൽ. നമ്മളെ പോലല്ല, ചാരില്ല അല്ലെ? നമുക്ക് ഈ കസാരയ്ക്ക് ചാരുണ്ട്, പിന്നെ ഇടയ്ക്ക് ഒരു പിടിയുണ്ട്, പിന്നെ ഉറങ്ങിയാലും നമ്മൾ വീഴത്തിലടുത്തുള്ള ആളുകളൊക്കെ നമ്മളെ സഹായിക്കും. പക്ഷെ അവിടെ അങ്ങനല്ല. രാവിലെ 7 മണിക്ക് ഒരു കുപ്പി വെള്ളമായിട്ട് അവർ വന്നാൽ 9 മണി വരെ അവർ ഇങ്ങനെ ഇരിക്കും, വെള്ളം കുടിച്ചുകൊണ്ട്. കാരണം കൊടുക്കാൻ ആഹാരമില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണ് ആത്മീയ ശുശ്രൂഷകൾ നടക്കുന്നത്. ഒരു കൺവെൻഷൻ വെച്ചാൽ നമ്മൾ അവിടെ ചെന്നൊരു കൺവെൻഷൻ, ഞങ്ങൾ ആഫ്രിക്കയിൽ റുവാണ്ട എന്ന് പറയുന്ന സ്ഥലത്ത് കൺവെൻഷൻ നടത്തിയിട്ടുണ്ട്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. 2 ദിവസത്തെ നോട്ടീസ് കൊടുത്താൽ മതി, മിനിമം ഒരു 50,000 പേര് അവിടെ തടിച്ചുകൂടും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. 50,000 കുറഞ്ഞൊരു കൺവെൻഷൻ ഇല്ല. ഇവിടെ നമ്മൾ എല്ലാ സംവിധാനം ഒരുക്കിയാലും എല്ലാം കൂടെ ചേർന്ന് 1000 പേര് പോലും. കസേരകളൊക്കെ നിറയ്ക്കാൻ പെടുന്ന ഒരു പാട്. 4 കസേരയിൽ ഒരാളെ ഇരുത്തിയാലും കസേരയിൽ വീണ്ടും ബാലൻസ് കിടക്കും. അതാണ് നമ്മുടെ അവസ്ഥ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോ ആമോസിന്റെ പുസ്തകത്തിൽ ഒരു പ്രവചനമുണ്ട്. 9-ാമത്തെ അധ്യായത്തിൽ, ദേശത്ത് ഞാനൊരു ക്ഷാമം അയക്കാൻ പോകുന്നു. എന്താണ് ക്ഷാമം? ഭക്ഷണമോ വെള്ളമോ കിട്ടാത്തത് കൊണ്ടുള്ള ക്ഷാമമല്ല, ദൈവവചനത്തിനു വേണ്ടിയുള്ള ക്ഷാമമാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നമുക്ക് ഇപ്പൊ ദൈവവചനത്തിന് യാതൊരു ക്ഷാമവും ഇല്ല. പള്ളിയിൽ നമുക്ക് ലഭിക്കുന്നു. അത് കഴിഞ്ഞ് അവിടെ കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവിടെ ആരംഭിക്കുന്നു. ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നെയ്യാറ്റിങ്കര കൺവെൻഷൻ ആരംഭിക്കുന്നു. അടുത്തൊരു പള്ളിയിൽ ധ്യാനം ആരംഭിക്കുന്നു. വചനത്തിന് നമുക്ക് യാതൊരു ക്ഷാമവുമില്ല. പക്ഷെ ഇതില്ലാത്തൊരു ജനത ദൈവവചനം പ്രഘോഷിക്കുന്നു എന്ന് കേൾക്കുമ്പോ ആളുകൾ കൂട്ടത്തോടെ നടന്നു വന്ന് മണലിനകത്ത് ആഹാരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചല്ല, ഒരു ഗ്ലാസ് വെള്ളം പോലും ഇല്ല, വേണമെങ്കിൽ തോട്ടിൽ നിന്ന് ആറ്റിൽ നിന്ന് കുപ്പിക്കകത്ത് വെള്ളം കളക്ട് ചെയ്താണ് അവർ കൊണ്ടുവന്ന് ഈ കൺവെൻഷൻ കാണുന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചോണം, നമുക്കിതെല്ലാം ഒരുപാട് നാൾ ഉണ്ടാകുമെന്ന് തെറ്റിദ്ധരിക്കരുത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു വചനമുണ്ട്, ഉള്ളവന് നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് അവൻ ഉണ്ട് എന്ന് കരുതുന്നത് കൂടി തിരികെ എടുക്കപ്പെടും. ഇതെല്ലാം തിരികെ എടുക്കപ്പെടാനുള്ള ഒരു സാധ്യത നമ്മൾ കണ്ടോണം. മനസ്സിലാവുന്നുണ്ടോ? ഈ വചനമൊക്കെ കിട്ടാതെ പരിശുദ്ധ കുർബാനയ്ക്കൊക്കെ വിലക്ക് വരുന്ന ഒരു കാലം അതിവിദൂരമല്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ.
പറഞ്ഞേ ഹല്ലേലൂയാ. ഇതൊക്കെ ഓർത്തോണം, ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് വേണം പോകാൻ. കിട്ടുന്ന അവസരത്ത് വാങ്ങി ഭക്ഷിച്ചോണം, അത് ബാങ്കിൽ ഇട്ടോണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു നിക്ഷേപമാണ്. ദൈവവചനം ഒരു ഡിപ്പോസിറ്റ് ആണ്. ഒരു ആശുപത്രിക്ക് മുമ്പിൽ നീ നിൽക്കുമ്പോ ഒരു ATM കാർഡ് നിന്റെ കയ്യിലുണ്ടെങ്കിൽ, നിന്റെ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ ആരുടെയും കയ്യിൽ നിനക്ക് എരന്ന് നിൽക്കേണ്ട കാര്യമില്ല. ATM കാർഡ് ഇടുന്നു, പൈസ വലിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ കിട്ടുന്ന ആത്മീയ കൃപകൾ, ഒരു പരിശുദ്ധ കുർബാന വിലയില്ലാത്തതായി നീ കരുതരുത്. നിസാര നടുവേദനയുടെ പേരിൽ, കാലുവേദനയുടെ പേരിൽ, മഴ വരുന്നു എന്ന തോന്നലിന്റെ പേരിൽ ഞായറാഴ്ചകളിലുള്ള പരിശുദ്ധ കുർബാന നിഷേധിക്കുമ്പോ ഓർത്തോണം, ഈ ഭൂമിയിൽ വെച്ച് തന്നെ ഒരു കണക്കെടുപ്പുണ്ട്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ഈ ഭൂമിയിൽ വെച്ച് നമ്മൾ നിഷേധിക്കുന്ന ആത്മീയ കാര്യങ്ങൾക്കൊക്കെ ഈ ഭൂമിയിൽ വെച്ച് തന്നെ ഒരു കണക്കെടുപ്പ് നടത്തിയിട്ടേ ദൈവം വിളിക്കുകയുള്ളൂ. അത് ഓർത്തോണം. അതുകൊണ്ട് ഈ ഭൂമിയിൽ വെച്ച് ലംഘിക്കുന്ന സാബത്തുകൾക്ക്, ഞായറാഴ്ചകൾക്ക് ഈ ഭൂമിയിൽ വെച്ച് തന്നെ ദൈവം നിന്നെ കൊണ്ട് പരിഹാരം ചെയ്യിപ്പിക്കും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഇതെല്ലാം ബൈബിൾ പഠിപ്പിക്കുന്ന രഹസ്യങ്ങളാണ്. ഇതൊന്നും കേൾക്കാൻ ആർക്കും ഇഷ്ടമില്ലാത്തത് കൊണ്ട് പലരും ഇത് പറയുകയില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലാവും. ഈ വചനം 10 തവണ ചൊല്ലിയാൽ കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. ഇത് പറയാനും കേൾക്കാനുമാണ് ആളുകൾക്ക് താല്പര്യം. അങ്ങനെ ഒരു സുവിശേഷം ഇനിയുള്ള കാലത്ത് പ്രസംഗിച്ചാൽ മാനസാന്തരം സംഭവിക്കില്ല, ആരും രക്ഷപ്പെടില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലാവണം. അതുകൊണ്ട് ഈ വചനങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒരു നേരത്തെ ആഹാരം നമ്മുടെ ജീവിതത്തിന് മുൻപിൽ അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിനോട് പ്രാർത്ഥിക്കണം പ്രിയമുള്ളവരെ. അപ്പൊ നിങ്ങൾ വിചാരിക്കും നമുക്ക് അങ്ങനെ ആഹാരമില്ലാത്തൊരവസ്ഥ ഉണ്ടോ ഇല്ലയോ എന്ന്. കഴിഞ്ഞ ദിവസം കോളേജിൽ ഒരു കുട്ടി തളർന്നു വീണു. അപ്പോ എൻ്റെ അടുത്ത് അവിടുത്തെ ടീച്ചർ ക്ലാസ്സിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഒരു കുട്ടി തളർന്നു വീണു, ആരെങ്കിലും ഒന്ന് വിടുമോ? അപ്പൊ അവിടെ 2 പേര് ചെന്നിട്ട് അവരെ കുട്ടിയെ എടുത്തുകൊണ്ട് വന്ന് അവിടെ രോഗികളായിട്ടുള്ള കുട്ടികളെ ഇങ്ങനെ കിടത്തുന്ന ഒരു സ്ഥലമുണ്ട്, ഇൻഫോമറിൽ കൊണ്ട് കിടത്തി കഴിഞ്ഞിട്ട് ഞാൻ ചെന്ന് ചോദിച്ചു എന്ത് പറ്റി? അപ്പൊ അവളൊന്നും പറയുന്നില്ല, ഒരു പെൺകുട്ടിയാണ്, ഒന്നും പറയുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, നീ പിന്നെ എന്താ ബുദ്ധിമുട്ടെന്താ? അതെനിക്ക് വൊമിറ്റ് ചെയ്യാനൊക്കെ വരുന്നു ഫാദർ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ശരി, വാഷ്റൂമിൽ അങ്ങനെയൊക്കെ പോയി അത് ചെയ്തിട്ട് ഒരു കുറച്ച് വെള്ളം കൊടുക്കാൻ പറഞ്ഞു, കുറച്ച് ചൂടുവെള്ളം. അപ്പൊ ഞാൻ രാവിലെ അവളോട് ചോദിച്ചു, നീ എന്തെങ്കിലും രാവിലെ കഴിച്ചിട്ടാണോ വന്നത്? രാവിലെ 8:30 ക്ലാസ് തുടങ്ങുന്നതാണ്, ഒത്തിരി ദൂരെ നിന്ന് വരുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ ഞാൻ അവളോട് ചോദിച്ചു, നീ എന്തെങ്കിലും കഴിച്ചിട്ടാണോ വരുന്നത്? അവള് ഒന്നും മിണ്ടിയില്ല. മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അവള് പറഞ്ഞു, എനിക്ക് വൊമിറ്റ് ചെയ്യാൻ വരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, പോയി വൊമിറ്റ് ചെയ്തിട്ട് വരൂ. അപ്പൊ ഞാന് ഒരു ചൂട് കാപ്പി കൊടുക്കാനായിട്ട് പറഞ്ഞു, ബ്രെഡ് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അതൊക്കെ വെക്കുമ്പോഴത്തേക്ക് അവളുടെ കണ്ണിങ്ങനെ നിറയുന്നത് ഞാൻ കണ്ടു. ഒരു കഷ്ണം ബ്രെഡ് മുന്നിലേക്ക് കൊണ്ട് ഒരു കട്ടൻ കാപ്പി കൊണ്ടുവച്ചപ്പോ ഈ പെൺകുട്ടിയുടെ കണ്ണ് നിറയുന്നത്, കോളേജിലെ കുട്ടിയാണ്, ഒരു പ്രൊഫഷണൽ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി, അവളുടെ കണ്ണിങ്ങനെ നിറയുന്നത് ഞാൻ കണ്ടു. ഞാൻ വിചാരിച്ചു വേദന കൊണ്ട് നിറഞ്ഞതാണ്. അപ്പൊ അവളുടെ ഒരു കൂട്ടുകാരിയും കൂടെ വന്നിട്ടുണ്ട് സഹായിക്കാനായിട്ട്. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു, ഇവളെയും കൂട്ടി ഒരു സ്റ്റാഫിനെ വിടാം, കോളേജിന്റെ വണ്ടിക്കകത്ത് തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് ഈ കുട്ടിയെ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ചെന്ന് ഡോക്ടർ ഇങ്ങനെ ഇതൊക്കെ പിടിച്ച് നോക്കിയിട്ട് പറഞ്ഞു, ഇതിന് ന്യൂട്രീഷന്റെ കുറവാണ്, ഇതിന് പോഷണം കുറവുണ്ട്, പെൺകുട്ടിയാണ്, പഠിക്കുന്ന കൊച്ചാണ്, രാവിലെ 8:30 മുതൽ 1:30 വരെ ക്ലാസ്സിൽ ഇരിക്കാൻ ഒരു ആരോഗ്യം നിനക്കില്ല, അതുകൊണ്ട് ഒരു ട്രിപ്പ് ഇടണം എന്ന് പറഞ്ഞിട്ട് 2-3 ഗുളികകൾ. അപ്പൊ അവള് കാല് പിടിച്ച് പറയുകയാണ്, എനിക്ക് ട്രിപ്പ് വേണ്ട. അപ്പൊ എന്റെ ഈ കോളേജിൽ നിന്ന് പോയ ആൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഈ കുട്ടി ഒന്നിനും സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ഡോക്ടറെ എനിക്കറിയാം. അപ്പൊ ഞാൻ പറഞ്ഞ ഡോക്ടറിനോട് നിർബന്ധമായിട്ടും ആ കുട്ടിക്ക് വേണ്ട ട്രീറ്റ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ നിർബന്ധിച്ച് ഡോക്ടർ വഴക്ക് പറഞ്ഞിട്ട് മെരയെ കൂടെ കിടക്കാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അവക്ക് ട്രിപ്പ് കൊടുക്കുകയാണ്. 2-3 ഗുളിയൊക്കെ കൊടുത്തു, ഗ്ലൂക്കോസ് ഒക്കെ കുത്തി വെച്ചു, അങ്ങനെ എന്തൊക്കെയോ ചെയ്ത്. അപ്പൊ ഇവള് കരയുകയാണ്. അപ്പോൾ അവളുടെ അമ്മ വിളിച്ചു. അമ്മ തിരുവനന്തപുരത്ത് ഇവിടെ ഉണ്ടായിരുന്നു. അവര് ഓടി വന്നു. അങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് തിരിച്ച് ഇവര് കോളേജിലേക്ക് വന്നു. കുട്ടി അവിടെ കിടക്കാണ്, അമ്മയുള്ളത് കൊണ്ട് കോളേജിൽ നിന്ന് പോയ ആളുകൾ തിരിച്ചു വന്നു. അപ്പൊ ഈ കൂട്ടുകാരി എന്നോട് പറയാണ്, അച്ഛാ, ഞാൻ ചോദിച്ചു അവള് ഭയങ്കര ബഹളമായിരുന്നല്ലോ, ഈ പ്രായത്തിൽ ഒരു ഇഞ്ചക്ഷൻ എടുക്കുക ഇത്ര പേടിയാണോ എന്ന് ചോദിച്ച് ഞാനിങ്ങനെ വഴക്ക് പറയുമ്പോ ഈ കൂട്ടുകാരി എന്നോട് പറഞ്ഞു, അച്ഛാ ട്രിപ്പ് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, ട്രിപ്പ് കഴിഞ്ഞ് തരുന്ന ബില്ല് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് അവള് കരഞ്ഞത്. സാറെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ട്രിപ്പൊക്കെ ഇഷ്ടമാണ്, ട്രീറ്റ്മെന്റ് ഒക്കെ ഇഷ്ടമാണ്, പക്ഷെ അത് കഴിഞ്ഞൊരു ബില്ല് വരുമ്പോ ആ ബില്ല് അടയ്ക്കാൻ നിവൃത്തിയില്ല. അമ്മ വീട്ടുജോലിക്ക് പോകുന്നതാണ്, അടുക്കളപ്പണിക്ക് പോകുന്ന ഒരു അമ്മ. തിരുവനന്തപുരത്തെ ഒരു വീട്ടുജോലിക്ക് പോകുന്ന അമ്മ, ആ വീട്ടിലുള്ള ആളുകളുടെ ഔദാര്യം കൊണ്ടാണ് പെട്ടെന്ന് മകൾക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് ഓടി ഈ ആശുപത്രിയിലേക്ക് വന്നത്. ഈ അമ്മയുടെ പേഴ്സിൽ ഇതിനുള്ള തുക ഇല്ല എന്ന് ഈ കിടക്കുന്ന കൊച്ചിന് നല്ലതുപോലെ അറിയാം. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയാ, ചെറുത് പറഞ്ഞേ ഹല്ലേലൂയാ. എന്നിട്ട് ആ കൂട്ടുകാരി എന്നോട് പറഞ്ഞു, അച്ഛാ ആഹാരത്തിനൊന്നും വലിയ പ്രശ്നമില്ലെങ്കിലും ബുദ്ധിമുട്ടിലാണ് അച്ഛാ ജീവിതം. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു, ക്യാൻറ്റീനിൽ നിന്ന് എല്ലാ ദിവസവും രാവിലെ അവള് കാപ്പി കുടിച്ചോളാൻ പറഞ്ഞു. ഞാൻ പറയുന്നില്ല, നീ തന്നെ പറഞ്ഞോളാനൊക്കെ പറഞ്ഞ കൂട്ടുകാരിയെ ഏർപ്പെടുത്തി എന്ന് പറഞ്ഞാൽ എന്റെ ഉള്ളിൽ വല്ലാത്തൊരു സങ്കടം വന്നു. ഞാൻ അങ്ങനെ ആയിരുന്നില്ല അതിനെപ്പറ്റി വിചാരിച്ചിരുന്നത്. കോളേജിലെ കുട്ടികളൊക്കെ അത്യാവശ്യം അങ്ങനെയൊക്കെ ഉള്ളവരാണ്,
തീരെ ഒരു നേരത്തെ ആഹാരം കഴിക്കാനൊക്കെ ഇല്ലാത്തവരാണ് എന്നൊരു ചിന്ത എന്റെ മനസ്സിൽ ഉണ്ട്, എങ്കിലും വളരെ ശക്തമായിരുന്നില്ല. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഞാനൊരു പള്ളിയിൽ ആയിരുന്ന സമയത്ത്, അവധിക്കാലത്ത് കുട്ടികളുടെ ക്യാമ്പ് കിടക്കുന്ന സമയം, അവധിക്കാലത്ത് ഈ ബ്രദേഴ്സൊക്കെ വന്ന് കളികളും ഡാൻസുകളൊക്കെ കളിക്കുന്ന ഒരു സമയത്ത് ഞാൻ ആ ദിവസം പള്ളിയിൽ ഉണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം ഞാൻ പള്ളിയിൽ ചെല്ലുമ്പോ പള്ളിയിലെ സിസ്റ്റർ എന്നോട് പറഞ്ഞു, അച്ഛാ ഇന്നലെ ആ അൾത്താരെ നിൽക്കുന്ന പയ്യനുണ്ടല്ലോ, നമ്മുടെ ആ പയ്യൻ പേര് പറഞ്ഞിട്ട് അവൻ പറഞ്ഞു അവൻ ഇന്നലെ തളർന്നു വീണച്ച. ഞാൻ പറഞ്ഞു അത് നന്നായി പോയി. കാരണം എന്താണ്, പിള്ളേർ ഈ അവധിക്കാലത്ത് പള്ളിയുടെ മുകളിലൂടെയാണ് ചാടി അപ്പുറത്ത് പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അത്രയും വലിയ ആവേശമാണ് അവധിക്കാലത്ത്. പള്ളിമുറ്റത്തൊക്കെ ഭയങ്കര കളിയും ബഹളമൊക്കെയാണ്. നല്ലതാണ്. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ അല്ലെ, പിള്ളേരൊക്കെ പള്ളിമുറ്റത്ത് കളിക്കണം. അപ്പൊ അത് നല്ലതാണ്, എനിക്കത് ഇഷ്ടമാണ്. അപ്പൊ കുഞ്ഞുങ്ങളെല്ലാം വളരെ ആവേശത്തോടെ ഓടുകയും ചാടുകയൊക്കെ ചെയ്യുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അവൻ രാവിലെ ചിലപ്പോ ഒന്നും കഴിക്കാതെ വന്നത് കൊണ്ടാവാം അവൻ വീണത്, സാരമില്ല സിസ്റ്ററെ വിഷമിക്കണ്ട എന്ന് പറയുമ്പോ ഈ സിസ്റ്റർ എന്നോട് പറയണ, അച്ഛാ കഴിക്കാതെ വന്നത് കഴിക്കാനില്ലാത്തത് കൊണ്ടാണ്. ചെറുന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതെന്നെ വല്ലാതെ സ്പർശിച്ചു. ഞാനൊരു പുഴുങ്ങിയ മുട്ട പകുതി എന്റെ വായിക്കാതിരിക്കുകയാണ്. മനസ്സിലെടുത്ത് ഇറങ്ങണോ തുപ്പണോ എന്ന് അറിയാൻ വയ്യാതിരിക്കുകയാണ്. എന്റെ കൂടെ എന്റെ പരിശുദ്ധ കുർബാനയിൽ ഞാൻ കുർബാന അർപ്പിക്കുമ്പോൾ ധൂപക്കുറ്റി എടുക്കുന്ന ഒരു കൊച്ചു പയ്യൻ, അവൻ കഴിക്കാതെ വന്നത് കഴിക്കാനില്ലാത്തത് കൊണ്ടാണ്. അങ്ങനെയുള്ള കുട്ടികളെ ഞാൻ കണ്ടിട്ടില്ല. എന്തു കൊടുത്താലും അത് വേണ്ട എന്ന് പറയുന്നവരെ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഞാൻ ചിന്തിച്ചത് അങ്ങനെയായിരുന്നു. പക്ഷെ സിസ്റ്റർ എന്നോട് പറയണ, അച്ഛാ കഴിക്കാതെ വന്നത് കഴിക്കാൻ ഇല്ലാത്തത് കൊണ്ടാണ്. സാറിന് പറഞ്ഞേ ഹല്ലേലൂയ. തിരുവനന്തപുരം സിറ്റിക്കകത്തൊരു പള്ളി. അപ്പൊ ഞാൻ ചിന്തിക്കുകയാണ്, അങ്ങനെയുള്ള കുടുംബങ്ങൾ ഇപ്പോഴും നമ്മുടെ ചുറ്റിലുണ്ട് പ്രിയമുള്ളവരെ. അപ്പൊ അതുകൊണ്ട് ദൈവാരാധന നമ്മുടെ വീടുകളിൽ സജീവമായി മാറണം. ഇന്ന് നമ്മുടെ വീട്ടിൽ ആഹാരമുണ്ട്, നാളെ അത് അവശേഷിക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പാടില്ല. അതുകൊണ്ട് ദൈവാരാധന സജീവമായി മാറണം. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലുണ്ടോ? കുടിവെള്ളം കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം നമ്മുടെ മുമ്പിൽ കിട്ടുമ്പോ അതൊരു ദൈവാനുഗ്രഹമായിട്ട് വേണം നമ്മൾ അതിനെ സ്വീകരിക്കാൻ. ആഫ്രിക്കയിൽ നിന്ന് വന്ന ഒരു വീഡിയോയെ പറ്റി പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയത്. കോവിഡ് കാലത്ത് കണ്ടൊരു വീഡിയോ ഇതാണ്. ആഫ്രിക്കയില് ഒരു ഹോട്ടലിന്റെ പിറകിൽ ഒരു കോളനി പോലൊരു സ്ഥലം, അവിടേക്ക് ഒരു വണ്ടി വരികയാണ്. വണ്ടി ഒരു വലിയ കുറെ വീപ്പകൾ ഉണ്ട് ആ വണ്ടിക്കകത്ത്. ആ വീപ്പകൾ മുഴുവൻ ഈ പല സ്ഥലങ്ങളിൽ ആഹാരത്തിന്റെ എച്ചിലുകളാണ്, വേസ്റ്റ്. ആ വേസ്റ്റ് കൊണ്ട് തട്ടുന്ന ഒരു സ്ഥലമാണ്, ഒരു കുഴി. ആ കുഴിയുടെ അടുത്ത് കുറെ കൊച്ചു പിള്ളേർ ഇരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു 7-8 പിള്ളേര്, ഇങ്ങനെ ആഫ്രിക്കയിലെ പിള്ളേരാണ്. അവർക്ക് പ്രത്യേകിച്ച് നല്ല വസ്ത്രങ്ങളൊന്നുമില്ല. ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന വസ്ത്രങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് കുറച്ചധികം പിള്ളേർ ഈ കുഴിയുടെ സ്ഥലത്ത് ഇങ്ങനെ ഈ വണ്ടി വരുന്നത് നോക്കി നിൽക്കുകയാണ്. ഒരു ഒറിജിനൽ വീഡിയോ ആണ്, അതൊരു AI വീഡിയോ അല്ല. അപ്പൊ ഈ വേസ്റ്റ് കൊണ്ടുവരുന്ന വണ്ടി ഇങ്ങനെ കൊണ്ടുവന്നപ്പോ ആളുകൾ ചവച്ചു തുപ്പിയ എല്ലിൻ കഷ്ണങ്ങൾ പറക്കിയെടുക്കാൻ വേണ്ടി ആ കുട്ടികൾ ഒരു ചെറിയ സഞ്ചി പോലെ എടുത്തിട്ട് അതിനകത്തേക്ക് അല്പമെങ്കിലും മാംസം ഇരിക്കുന്ന എല്ലിൻ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ പറക്കി എടുത്തിട്ട് അവരാരും അത് കഴിക്കുന്നില്ല. ആ വീഡിയോ വളരെ ഇതാണ്. എന്നിട്ട് അവരെല്ലാരും കൂടെ ഒരു സ്ഥലത്തേക്ക് പോയി. കുറെ വേസ്റ്റ് അവിടെ കൊണ്ടുവന്ന് തട്ടി അതിനകത്ത് നിന്ന് കൈകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, കുറെ ഈ വേസ്റ്റുകൾക്കിടയിൽ നിന്ന് അല്പമെങ്കിലും മാംസം അവശേഷിക്കുന്ന ഈ കാലുകൾ, മനസ്സിലാവുന്നുണ്ടോ? ചിക്കൻ പീസുകളിൽ നിന്ന് ആ ചിക്കൻ കാലുകൾ ഇങ്ങനെ അവർ പറക്കിയെടുത്ത് ഒരു കവറിനകത്താക്കിയിട്ട്, ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് ഇങ്ങനെ പൊതിഞ്ഞിട്ട് ഒരു ഷെഡിൽ പോയി ഇരിക്കുകയാണ്. ഷെഡിൽ എന്നിട്ട് അവരവിടെ ഒരു വലിയ ന്യൂസ് പേപ്പർ വിരിച്ചിട്ട് ഓരോരുത്തരും കളക്ട് ചെയ്തതെല്ലാം കൂടെ ഈ നടുക്ക് തട്ടിയിട്ടിട്ട് അതിന് ചുറ്റും ഇരിക്കുകയാണ്. ചെറുന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ചുറ്റും ഇരിക്കുകയാണ്. എന്നിട്ട് ഈ വീഡിയോ കാണുന്നത് ഇങ്ങനെയാണ്. നടുക്കിനിരിക്കുമ്പോ വിശന്നിരിക്കുന്ന കുട്ടികളാണ്. 3-4 ദിവസങ്ങളായിട്ട് ഒന്നും കഴിക്കാതിരിക്കുന്ന കുട്ടികൾ ഒരു പാത്രത്തിൽ ഒരു പത്രത്തിലേക്ക്, ഒരു പേപ്പറിലേക്ക് ഈ കഷ്ണങ്ങളെല്ലാം കൂടി, എല്ലും കഷ്ണങ്ങളെല്ലാം കൂടെ വാരിയിട്ട് ഇടുമ്പോ ആരും അത് എടുത്ത് കഴിക്കുന്നില്ല. അപ്പൊ ഞാൻ ചിന്തിക്കുകയാണ്, ഈ വീഡിയോ കാണുമ്പോൾ ഞാൻ വളരെ സൂക്ഷ്മതയോടെ നോക്കി. നമ്മുടെ പിള്ളേരാണെങ്കിൽ ഉടനെ എല്ലാം കൂടെ വാരി കഴിച്ചാൻ എത്ര പിന്നെന്താണ് വിശപ്പില്ലെങ്കിലും എന്ത് ചെയ്യും, എല്ലാം കൂടെ വാരി വലിച്ചു വാരി കഴിക്കും. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയാണ്. കുട്ടികളാണ്, കൊച്ചു കുട്ടികളാണ്, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരങ്ങനെയൊക്കെയാണ്, വെപ്രാളം കാണിക്കും. പക്ഷെ അവരെല്ലാരും കൂടി ഇരുന്നിട്ട് അടുത്ത കാര്യം എന്താണെന്നറിയാമോ? ആ കൂട്ടത്തിൽ ഏറ്റവും മുതിർന്ന ഒരു കൊച്ച്, അവന് 12 വയസ്സുള്ള ഒരുത്തൻ, അവനാണ് ആ ഗ്രൂപ്പിന്റെ ലീഡർ. അവൻ എന്ത് ചെയ്യുന്നറിയാമോ? അവനിങ്ങനെ പെതിയെ പകുതി മുട്ടിന്മേൽ നിന്നു. ബാക്കിയുള്ളവരെല്ലാം വട്ടത്തിലിരിക്കുകയാണ്. ഈ മുട്ടിന്മേൽ നിന്നിട്ട് 2 കരങ്ങളും ഇങ്ങനെ വിരിച്ചു പിടിച്ചു. കൂട്ടത്തിലുള്ള കിടിപിടി കേസുകൾ, അങ്കമ്പാടി ടൈപ്പുകളാണെല്ലാം, എല്ലാ ക്രിമിനലുകളും കൂടി എന്ത് ചെയ്തു, അവരും കൈകൾ ഇങ്ങനെ വിരിച്ചു പിടിച്ചിട്ട് നടുക്കുള്ളവൻ ഒരു പ്രാർത്ഥന ചെല്ലുകയാണ്. ആ പ്രാർത്ഥന ഇതാണ്: അവർ ഫാദർ ഹു ആർ ഇൻ ഹെവൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലുണ്ട്? ആ പ്രാർത്ഥന ചെല്ലുകയാണ്. അതിന്റെ ഓരോ വരികൾ ഇങ്ങനെ ചെല്ലി വരുമ്പോ അതിനകത്തൊരു വരിയുണ്ട്. ആ വരി ഇങ്ങനെയാണ്: അന്നന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ എന്ന് പറഞ്ഞിങ്ങനെ ചെല്ലുമ്പോ ഇത് ചെല്ലുന്നവനും അറിയാം,
കേൾക്കുന്നവനും അറിയാം അന്നുള്ള ആഹാരം ഇവരുടെ മുമ്പിൽ അവശേഷിച്ചിട്ടില്ല. 4 ദിവസമായിട്ട് ഭക്ഷണമില്ല. പക്ഷേ 4ാമത്തെ ദിവസം കുറച്ച് എല്ലും കഷ്ണങ്ങൾ കിട്ടിയപ്പോ ഈ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുകയാണ്? അവരൊരു സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന ചൊല്ലി പരമപിതാവായ ദൈവത്തിന് നന്ദി പറയുകയാണ്. എന്റെ ചോദ്യം ഇതാണ്, നിന്റെ വീട്ടിലെ കുഞ്ഞുങ്ങൾ ഇതുപോലെ കൈ വിരിച്ച് പിടിക്കാറുണ്ടോ? ചെറുത് പറഞ്ഞേ ഹല്ലേലൂയാ, ചെറു പറഞ്ഞേ ഹല്ലേലൂയാ. ഇതാണ് പ്രിയമുള്ളവരെ ആരാധന. അതാണ് ആരാധന. അല്ലാതെ വയറ് നിറഞ്ഞിരിക്കുമ്പോ ഒരു പാട്ട് കേട്ട് ഇങ്ങനെ കൈയടിച്ച് കുത്തിമറിയുന്നതല്ല ആരാധന. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഇല്ലായ്മകളിൽ നിനക്ക് ദൈവത്തെ വിളിക്കാൻ പറ്റുന്നുണ്ടോ? ഒരു ആഹാരം കഴിക്കുന്നതിന് മുമ്പ് നമ്മുടെ വീട്ടിലെ പ്രശ്നം എന്താണ്? ആഹാരം ഇല്ലാത്തതല്ല, ഇഷ്ടപ്പെട്ട ആഹാരം, കൊടുക്കുന്ന ആഹാരം വേണ്ട എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ട്? ആഹാരം കൊണ്ട് തെങ്ങിന്റെ ചുവട്ടിലേക്ക് നമ്മൾ തട്ടിക്കളയുകയാണ്. ആഹാരം കൊണ്ടുവന്ന് തെങ്ങിന്റെ ചുവട്ടിലേക്ക് തട്ടിക്കളയുകയാണ്. ചെറുത് പറഞ്ഞ ഹല്ലേലൂയാ. മനസ്സിലാവണം? ആഹാരം കൊണ്ടുവന്ന് തട്ടിക്കളയാണ്. ആർക്കും വേണ്ടത്? മനസ്സിലാവണം? എന്തോ ഒരു ആഹാരമാണ് കൊണ്ട് കളയുന്നത്. അപ്പോ ഞാൻ പറഞ്ഞു വന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്, ദൈവസന്നിധിയിൽ ഒരു ചോദ്യമുണ്ട്, ദൈവസന്നിധിയിൽ ഒരു നിലവിളി ഉണ്ട്, ദൈവസന്നിധിയിൽ ഒരു ഉത്തരം നമ്മൾ കൊടുക്കേണ്ടത്. വരുമ്പോൾ പിതാവായ ദൈവത്തെ നിങ്ങൾ ആരാധിക്കുക. അതാണ് പുറപ്പാട് 23:25. നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുക. മനുഷ്യരാശിക്ക് ദൈവം നൽകിയ അതിമനോഹരമായ ഒരു നിയമങ്ങളിൽ ഒന്നാണ് നീ നിന്റെ കർത്താവിനെ ആരാധിക്കുക. അടുത്ത അനുഗ്രഹം എന്താണ്? അപ്പോൾ നിന്റെ ഭക്ഷണവും പാനീയവും കർത്താവ് ആശീർവദിക്കും, നിന്റെ രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യും. എന്ന് പറഞ്ഞാൽ രോഗങ്ങൾ പൂർണ്ണമായി ആരാധനയിൽ എടുത്തു മാറ്റപ്പെടുകയല്ല. അത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കോണം. രോഗസൗഖ്യം കർത്താവ് തരുന്നത് 3 രീതികളിലാണ്. ഒന്ന്, പൂർണ്ണമായും ദൈവം രോഗം എടുത്തു മാറ്റും. അത് രോഗസൗഖ്യം നമ്പർ 1, ടൈപ്പ് നമ്പർ 1, ഒരു രീതിയിലുള്ള രോഗസൗഖ്യം. രണ്ടാമത്തെ സൗഖ്യം എന്താണെന്നറിയാമോ? രോഗം പകുതി കർത്താവ് എടുത്തു മാറ്റും. എന്ന് പറഞ്ഞാൽ നിന്റെ ജീവൻ അവശേഷിപ്പിക്കും. 25 വർഷമായിട്ട് ക്യാൻസർ ആണ്, ക്യാൻസർ മാറിയിട്ടില്ല, പക്ഷെ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഭാഗികമായി ദൈവ സൗഖ്യം തരും. ഇനി മൂന്നാമത് മറ്റൊരു രോഗസൗഖ്യം കൂടിയുണ്ട്. ആ രോഗസൗഖ്യം എന്ന് പറയുന്നത് രോഗം സഹിക്കാനുള്ള ശക്തിയും രോഗസൗഖ്യമാണ്. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയാ, വിശുദ്ധത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. അല്ലാതെ ഒരു മുഴ പെട്ടെന്ന് മാറി, അത് മാത്രമല്ല രോഗസൗഖ്യം. ബൈബിളിന്റെ പഠനം അനുസരിച്ച് 3 രീതിയിലുള്ള രോഗസൗഖ്യമുണ്ട്. ഒന്ന്, പൂർണ്ണമായും കർത്താവ് എന്ത് ചെയ്യും? ചിലപ്പോൾ ആ രോഗം എടുത്തു മാറ്റും. 2, ഭാഗികമായി എടുത്തു മാറ്റും. കർത്താവ് നിനക്ക് ജീവിക്കാനുള്ള ആയുസ് നീട്ടിത്തരും. മൂന്നാമത്തെ രോഗസൗഖ്യം എന്താണ്? അത് സഹിക്കാനുള്ള ശക്തി കർത്താവ് തരും. പത്രോസ് ലീഹായുടെ ലേഖനം എടുക്കാമോ? 1 പത്രോസ് ലേഖനം, അതിന്റെ 2-ാമത്തെ അധ്യായം, 1 പത്രോസ് 4-ാമത്തെ അധ്യായം, 1 പത്രോസ് 4-ാം അധ്യായം 12 മുതലുള്ള തിരുവചനങ്ങൾ. 1 പത്രോസ് 4-ാം അധ്യായം 12 മുതലുള്ള തിരുവചനങ്ങൾ വായിക്കാമോ? പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കുവാനായി അഗ്നി പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായത് എന്തോ സംഭവിച്ചാൽ എന്ന പോലെ നിങ്ങൾ പരിഭ്രമിക്കരുത്. ക്രിസ്തുവിന്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. അടുത്ത വചനം, അവന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് ഈ ഭൂമിയിലുള്ള എല്ലാ സഹനങ്ങൾക്കും വേദനകൾക്കും, അനേക നാളുകളായിട്ട് ഒരു വേദന നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നീ ഓർത്തിരിക്കേണ്ടത് കർത്താവ് നിന്നെ കണ്ടു കഴിഞ്ഞു എന്നാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് സ്വർഗരാജ്യവും ക്രിസ്തീയ സഹനങ്ങളും തമ്മിൽ അഗാധമായ ഒരു ബന്ധമുണ്ട്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിങ്ങളെ പരിശോധിക്കുവാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായത് എന്തോ സംഭവിച്ചാൽ എന്ന പോലെ നിങ്ങൾ എന്ത് ചെയ്യരുത്? പരിഭ്രമിക്കരുത്. 19-ാമത്തെ വചനം, ആകയാൽ ദൈവഹിതമനുസരിച്ച് സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് വിശ്വസ്തനായ സൃഷ്ടാവിന് തങ്ങളുടെ ആത്മാക്കളെ ഭരമേൽപ്പിക്കട്ടെ. ഇനി 5-ാമത്തെ അധ്യായം, 1 പത്രോസ് 5-ാമത്തെ അധ്യായം 9 മുതലുള്ള തിരുവചനങ്ങൾ. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നിങ്ങൾ പിശാചിനെ എതിർക്കുവിൻ. ലോകമെങ്ങുമുള്ള നിങ്ങളുടെ സഹോദരങ്ങളിൽ നിന്നും ഇതേ സഹനം ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന് അറിയുവിൻ. എന്ന് പറഞ്ഞാൽ സഹനം കർത്താവ് അറിയാതെ വരുന്നതല്ല, കർത്താവ് അറിഞ്ഞു വരുന്നതാണ്. ഒരു സഹനം നിനക്ക് തന്നാൽ അത് സഹിക്കാനുള്ള ശക്തി ആരാധനയിൽ നിന്ന് കർത്താവ് നിനക്ക് തരും. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയാ. സഹിക്കുവാനുള്ള ശക്തി തരാതെ ഒരിക്കലും ഒരു സഹനം നിന്റെ ജീവിതത്തിൽ ദൈവം തരികയില്ല. സഹിക്കുവാനുള്ള ശക്തി തരാതെ ഒരു സഹനം തരികയില്ല.
അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ആരാധനയെ പറ്റി വളരെ പ്രധാനപ്പെട്ട നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവാരാധന. ദൈവാരാധന ആത്മാവിലും സത്യത്തിലും നമ്മൾ ദൈവത്തെ ആരാധിക്കണമെന്ന് വചനം പഠിപ്പിക്കുകയാണ്. ആത്മാവിലും സത്യത്തിലും നമ്മൾ ദൈവത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പക്ഷെ വളരെ സിമ്പിൾ ആണ്. അതിന് ഒരുപാട് നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. ആത്മാവിലും സത്യത്തിലും എന്ന് പറഞ്ഞാൽ നമ്മൾ ആത്മാവിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീരമല്ല, ആത്മാവ് കൊണ്ട്. ശരീരത്തിന് ഇപ്പോ ആരാധിക്കേണ്ടതാണ്, ശരീരത്തിന് ഇപ്പൊ കിടന്നുറങ്ങാനാണ്, ശരീരത്തിന് ഇപ്പൊ വെള്ളം കുടിക്കാനാണ് ആഗ്രഹം. പക്ഷെ ആത്മാവിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരുവൻ അവൻ ആത്മാവ് കൊണ്ട് ദൈവത്തെ ആരാധിക്കും. അവന്റെ ജീവിതത്തിന്റെ അങ്ങ് അറ്റം വരെ ഏത് കാര്യത്തിലും ഒരു യാത്ര പോയാൽ അത് ദൈവാരാധനയാക്കി അവൻ മാറ്റും. ഒരാളോട് സംസാരിച്ചാൽ അത് ദൈവാരാധനയാക്കി മാറ്റും. ഒരു ചെടി വെച്ചാൽ അതൊരു ദൈവാരാധനയാക്കും. എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ടുള്ള ഒരു ജീവിതത്തിന്റെ പേരാണ് ആത്മാവിലുള്ള ആരാധന. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ആത്മാവിലുള്ള ആരാധന എന്താണ്? അത് പറഞ്ഞാൽ ഒത്തിരി സമയം എടുക്കും. വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറയുകയാണ്. ആത്മാവിലുള്ള ആരാധന എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിന് ഒന്നാം സ്ഥാനം. ഞാനല്ല, കർത്താവാണ്. ഒരു കാര്യം ചെയ്തു, ഒരു വീട് പണി പൂർത്തിയായി, ഉടനെ ചിന്തിക്കേണ്ടത് ഞാൻ ലോൺ എടുത്തു, ഞാൻ കഷ്ടപ്പെട്ട്, ഞാൻ അധ്വാനിച്ചു. അല്ല, എല്ലാം ദൈവത്തിനാണ്. ദൈവം ശക്തി നൽകിയത് കൊണ്ടാണ്, ദൈവം ഒരു വഴി തുറന്നത് കൊണ്ടാണ് നിനക്കിത് ചെയ്യാൻ പറ്റിയത്. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക. അതാണ് ആത്മാവിലുള്ള ആരാധന. ഇനി സത്യത്തിലുള്ള ആരാധന എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിന് മുൻപിൽ നിൽക്കുമ്പോ നീ അംഗീകരിക്കണം നീ ആരാണ് എന്നുള്ളത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നീ ഒരു മെച്ചപ്പെട്ടവനാണ് എന്ന് നീ ഒരിക്കലും ചിന്തിക്കരുത്. മനസ്സിലാവുന്നുണ്ട്? ഞാനൊരു പാപിയാണ്. അതാണ് നമ്മൾ ഒന്നാമത്തെ ദിവസം കണ്ടത്. റോമാലേഖനം 3-ാം അധ്യായം 9 മുതലുള്ള തിരുവചനങ്ങൾ കണ്ട് നമ്മൾ പറഞ്ഞൊരു കാര്യം ഇതാണ്: നമ്മളൊരു പാപിയാണ്. അത് നീ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം? അംഗീകരിക്കണം. അതാണ് സത്യത്തിലുള്ള ആരാധന. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ പരിശുദ്ധ കുർബാന ആരംഭിക്കുമ്പോൾ തന്നെ പറയുന്നതാണ്: കർത്താവേ, ഞാനൊരു പാപിയാണ് എന്നാണ്. ഞാനൊരു മെച്ചപ്പെട്ടവനാണെന്ന് ആരും പറയുന്നില്ല, ഞാനൊരു പാപിയാണ് എന്നാണ്. കടൽക്കരയിൽ വെച്ച് പത്രോസ് യേശുവിനെ കണ്ടപ്പോൾ പത്രോസ് പറഞ്ഞു: കർത്താവേ, ഞാനൊരു പാപിയാണ്, നീ എന്നിൽ നിന്ന് അകന്നു പോകണമേ എന്നാണ്. ഞാനൊരു പാപിയാണ്. ദൈവത്തെ കണ്ടുമുട്ടുന്നവൻ എപ്പോഴും പറയുന്നത് ഞാനൊരു പാപിയാണ്. പൗലോസ് ശ്ലീഹ പറഞ്ഞത് ഇങ്ങനെയാണ്: പാപികളിൽ ഒന്നാമനാണ് ഞാൻ പാപികളിൽ ഒന്നാമനാണ്, എങ്കിലും എനിക്ക് കാരുണ്യം ലഭിച്ചു എന്നാണ്. 1 കൊരിന്തോസ് 10-ാമത്തെ അധ്യായം എടുക്കാമോ? 1 കൊരിന്തോസ് 10-ാമത്തെ അധ്യായം. 1 കൊരിന്തോസിൽ നമ്മളെ വചനം വളരെ വ്യക്തമായി കാണുകയാണ്. 1 കൊരിന്തോസിൽ നമ്മളെ വചനം വായിക്കുകയാണ്. 1 കൊരിന്തോസ് 15-ാമത്തെ അധ്യായം 15-ാമത്തെ അധ്യായം 8 മുതലുള്ള തിരുവചനം. ഉയർത്തെഴുന്നേറ്റ കർത്താവ് തനിക്ക് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോ പൗലോസ് ലീഹ പറഞ്ഞ വചനങ്ങളാണത്. 8-ാമത്തെ വചനം, 1 കൊരിന്തോസ് 15-ാം അധ്യായം 8 മുതലുള്ള തിരുവചനം. ഏറ്റവും ഒടുവിൽ അകാലജാതന് എന്നതുപോലെ എനിക്കും അവിടുന്ന് പ്രത്യക്ഷനായി. ഞാൻ എന്തെങ്കിലും മെച്ചപ്പെട്ടവനായതുകൊണ്ടല്ല കർത്താവ് എനിക്ക് പ്രത്യക്ഷപ്പെട്ടത്. വായിച്ചേ, താഴോട്ട് വായിച്ചേ. ഞാൻ അപ്പസ്തോലന്മാരിൽ ഏറ്റവും നിസ്സാരനാണ്. അല്ലെ, ഞാനൊരു വലിയ പ്രാർത്ഥനാക്കാരനാണ്, ഞാൻ പള്ളിയിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് ഇന്നലെ സ്വപ്നത്തിൽ എനിക്ക് കർത്താവ് പ്രത്യക്ഷപ്പെട്ടു. നമ്മൾ അങ്ങനെയാണ് സാധാരണഗതിയിൽ പറയേണ്ടത്. പക്ഷെ ഇവിടെ പൗലോസ് പറയുകയാണ്: ഞാൻ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ നേരിട്ട് എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു. അത് ഞാൻ ഏറ്റവും മോശപ്പെട്ടവനല്ലേ, ഞാൻ അപ്പസ്തോലന്മാരിൽ ഏറ്റവും നിസ്സാരനാണ്. ദൈവത്തിന്റെ സഭയെ പീഡിപ്പിച്ചത് നിമിത്തം അപ്പസ്തോലൻ എന്ന നാമത്തിന് ഞാൻ അയോഗ്യനാണ്. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. പറഞ്ഞേ, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. ഒരിക്കൽ കൂടി പറഞ്ഞേ, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. മനസ്സിലാവുന്നുണ്ട്? അല്ലാതെ നമ്മൾ അധ്വാനിച്ചു, നമ്മൾ ഉറങ്ങാതിരുന്ന് പഠിച്ചു, നമ്മൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, അതൊന്നുമല്ല. നീ ഇപ്പൊ എന്താണോ അത് ആരാണ്? അത് ദൈവത്തിന്റെ കൃപയാണ്. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാണ്. വായിക്കാമോ? ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എന്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. നേരെ മറിച്ച് മറ്റെല്ലാവരേക്കാൾ അധികം ഞാൻ അധ്വാനിച്ചു. എന്നാൽ ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. അതുകൊണ്ട് ഞാനോ അവരോ ആര് തന്നെ ആയാലും ഇതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് വചനം പറയുകയാണ്, അല്ലെ, ഞാനാണ് ഞാനല്ല അധ്വാനിച്ചത്, എന്നിലുള്ള ദൈവകൃപയാണ്. അല്ലെ, പൗലോസ് പറയുകയാണ്, ഞാനാണ് അധ്വാനിച്ചത്. പെട്ടെന്ന് അദ്ദേഹം തിരുത്തുകയാണ്.
പറയുകയാണ്, അയ്യോ ഞാനല്ല അധ്വാനിച്ചത്, എന്നിലുള്ള ദൈവകൃപയാണ്. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. പരിശുദ്ധ അമ്മ പറഞ്ഞത് ഇതാണ്, ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ. എന്റെ വാക്കല്ല, എന്റെ വാക്കിന് വിലയൊന്നുമില്ല. കർത്താവേ നിന്റെ വാക്ക്, ഇതാ ഞാൻ നിന്റെ അടിയാട്ടി, ഞാൻ നിന്റെ ദാസി, ഞാൻ നിന്റെ ദാസൻ, നിന്റെ വാക്കുപോലെ എന്നിൽ ഭവിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ ദിവസങ്ങളിൽ വചനം കേട്ടപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു സമർപ്പണം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തലമുറകൾ നശിച്ചു പോവില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളുടെ തലമുറകൾ നശിക്കില്ല. ഒരു വൈദികൻ പറയുകയാണ്, അൾത്താരയിൽ നിന്നുകൊണ്ട് ഒരു വൈദികൻ പറയണം, കത്തോലിക്ക സഭയിൽ ഒരു പുരോഹിതൻ പറയുന്നുണ്ട്, നിങ്ങൾ വിശ്വസിച്ചോ? ഞാൻ പറയരുത്, ഞാൻ എന്ന് പറയുന്ന വ്യക്തി പറയുന്നതല്ല, എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിച്ച് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ കുടുംബം ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന ഒരു കുടുംബമാണെങ്കിൽ നിങ്ങളുടെ തലമുറകളെ എടുത്തുകൊണ്ടുപോകാൻ കോഴിക്കുഞ്ഞിനെ പരുന്ത് റാഞ്ചുന്നത് പോലെ നമ്മുടെ തലമുറകളെ പിശാച് റാഞ്ചി എടുക്കുവാൻ കർത്താവ് അനുവദിക്കുകയില്ല. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. സക്കറിയ 9:8 വചനം പറയുകയാണ്, ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എന്റെ ഭവനത്തിന് ചുറ്റും വേലി കെട്ടി സംരക്ഷിക്കും. വചനം പറയുകയാണ്, ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യുന്നു? എന്റെ ഭവനത്തിന് ചുറ്റും വേലി കെട്ടി സംരക്ഷിക്കും. വേലി കെട്ടി സംരക്ഷിക്കുന്ന ഒരു ദൈവത്തിന്റെ ചിത്രം, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ കർത്താവ് നമ്മളെ ഇങ്ങനെ പരിപാലിച്ച് കോഴി ചിറകന്റെ കീഴിൽ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നത് പോലെ, ഒരമ്മ തന്റെ മാറോട് ചേർത്ത് ഒരു കുഞ്ഞിനെ പൊതിഞ്ഞു പിടിക്കുന്നത് പോലെ കർത്താവ് നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു അനുഭവത്തിന്റെ ആസ്വാദനമാണ് ദൈവാരാധന. അത് നീ അനുഭവിക്കുന്ന സമയത്തിന്റെ പേരാണെന്ത്? ദൈവാരാധന. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവ് നിന്റെ കൂടെ ഉണ്ട്, അതാണ് ദൈവാരാധന. കർത്താവ് നിന്റെ കൂടെ ഉണ്ടെന്നും കർത്താവ് ഒരിക്കലും നിന്നിൽ നിന്ന് അകന്നു പോകുന്നവനല്ലെന്നും നിന്റെ കൂടെ ഒരു ദൈവമുണ്ടെന്നും നീ ഒറ്റയ്ക്കല്ല എന്നും നിന്നെ പഠിപ്പിക്കുന്ന ഒരു ശക്തി, ആ ഒരു സമയത്തിന്റെ പേരാണ് ദൈവാരാധന. ഹെബ്രായ ലേഖനം 12-ാമത്തെ അധ്യായം പെട്ടെന്നെടുക്കാമോ? ഹെബ്രായ ലേഖനം 12-ാമത്തെ അധ്യായം അതിന്റെ 1 മുതലുള്ള തിരുവചനങ്ങൾ. ഹെബ്രായ ലേഖനം 12-ാം അധ്യായം 1 മുതലുള്ള തിരുവചനം വായിച്ചേ. ഹെബ്രായ ലേഖനം 12:1. നമുക്ക് ചുറ്റും സാക്ഷികളുടെ ഒരു വലിയ സമൂഹം ഉള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. നമുക്കായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടിത്തീർക്കാം. എന്ന് പറഞ്ഞാൽ ഈ ജീവിതം നീ ഓടേണ്ട ഒരു ജീവിതമാണ്. നീ മടുത്തു പോകരുത്. ഈ ജീവിതം മടുത്തല്ലോ കർത്താവേ എന്ന് ചിന്തിക്കരുത്. ഈ രോഗം കാരണം ഞാൻ നശിച്ചല്ലോ എന്ന് ചിന്തിക്കരുത്. ഈ ഓട്ടപ്പന്തയം നമുക്ക് ഓടാൻ പറ്റും. ഈ ലാപ്പ് നമുക്ക് ഓടി പൂർത്തിയാക്കാൻ പറ്റും. ഈ കളി നമുക്ക് പൂർത്തിയാക്കാൻ പറ്റും. ഈ റാപ്പിൽ നമ്മൾ ജയിക്കും എന്ന് നീ വിശ്വസിക്കണം. ഈ കളിയിൽ, ഈ ഗെയിമിൽ നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ ജയിക്കുമെന്ന് നമ്മൾ ഉറപ്പായിട്ട് വിശ്വസിക്കണം. ഈ ലോകത്തിൽ നമ്മൾ വീണു പോകില്ല, നമ്മൾ സ്വർഗത്തിൽ എത്തുമെന്ന് നമ്മൾ വിശ്വസിക്കണം. കാരണം എന്താണ്? 2-ാമത്തെ വചനം, വിശ്വാസത്തിന്റെ നാഥനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നവനുമായ യേശുവിനെ മുമ്പിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഓടാൻ. വചനം പറയുകയാണ്, ഹെബ്രായർ 12:2, നമ്മുടെ വിശ്വാസത്തിന്റെ നാഥനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നവനുമായ ഈശോ മിശിഹായെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നിങ്ങൾ ഓടാൻ. നീ നിങ്ങളുടെ മക്കളെ മുന്നിൽ കണ്ടുകൊണ്ട് ഓടരുത്. നിന്റെ കയ്യിലുള്ള ജോലിയോ ATM കാർഡുകളോ നിന്റെ സമ്പത്തോ സ്ഥാനമാനങ്ങളോ രാഷ്ട്രീയ സ്വാധീനങ്ങളോ നിനക്കുണ്ട് എന്ന് നീ കരുതുന്ന ഒന്നുകൊണ്ടും നീ അതിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഓടരുത്. ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകാൻ നിമിഷങ്ങൾ മതി. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. വിശുദ്ധർ പറഞ്ഞേ ഹല്ലേലൂയ. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? അവൾ ഒരുപക്ഷെ നിന്നെ മറക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. there is a possibility. ഒരു സാധ്യതയുണ്ട്. സംഭവിക്കുമെന്നല്ല, സംഭവിക്കാതിരിക്കട്ടെ. അങ്ങനെ സംഭവിച്ചാലും കർത്താവ് നിന്നെ ഉപേക്ഷിക്കുകയില്ല. അമ്മത്തൊട്ടിലുകളുള്ള ഒരു നാടാണ് നമ്മുടെ നാട്. ചോരക്കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചാൽ നശിപ്പിച്ച് കളയാതിരിക്കാൻ അമ്മത്തൊട്ടിലുള്ള ഒരു സ്ഥലത്തിന്റെ പേരാണ് തിരുവനന്തപുരം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എന്ന് പറയുന്ന അർത്ഥം എന്താണ്? പിഞ്ചു കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ ഉപേക്ഷിക്കുന്ന ആളുകൾ ഇവിടും നമ്മുടെ സമൂഹത്തിലുണ്ട്. അങ്ങനെ വന്നാലും കർത്താവ് നിന്നെ ഉപേക്ഷിക്കുകയില്ല. വിശ്വാസത്തിന്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നവനുമായ യേശുവിനെ മുമ്പിൽ കണ്ടുകൊണ്ട് വേണം നിങ്ങൾ ഈ ജീവിതം ഓടാൻ. നിങ്ങളൊക്കത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് നീ ഓടരുത്. നിന്റെ കൂടെയുള്ള ഒരാളെ മുന്നിൽ കണ്ടുകൊണ്ട് നീ ഓടരുത്. അവരെയൊക്കെ നീ ചേർത്ത് നിർത്തിക്കോ, വിശ്വാസത്തിൽ ചേർത്ത് നിർത്തിക്കോ. പക്ഷേ മുന്നിൽ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടാകാവൂ. ഒരു വൈദികനെ മുന്നിൽ കണ്ടുകൊണ്ട് ഓടരുത്. ഒരു ധ്യാന ഗുരുവിനെ
ഖുർആനെയോ ധ്യാന കേന്ദ്രത്തെയോ മുന്നിൽ കണ്ടുകൊണ്ട് ഓടരുത്. മനുഷ്യരെ ആശ്രയിക്കുന്നത് ഒരു കെണിയാണെന്നാണ് വചനം പറയുന്നത്. ഈശോ മിശിഹായെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ യാത്ര നീ ഓടിയാൽ ഈ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ, ഈ ഓട്ടം പൂർത്തിയാക്കാൻ കർത്താവ് നിന്റെ കൂടെ ഉണ്ടാകും. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. ആരൊക്കെ ഉപേക്ഷിച്ചാലും, ആരൊക്കെ നമ്മളെ അറിയില്ല എന്ന് പറഞ്ഞാലും, പെറ്റ അമ്മ പോലും നമ്മളെ ഉപേക്ഷിച്ചാലും, അമ്മത്തൊട്ടിലിൽ നമ്മൾ ഉപേക്ഷിച്ചാലും, ഭ്രൂണത്തിൽ വെച്ച് തന്നെ കൊന്നുകളയാനുള്ള സാധ്യതയുണ്ടെങ്കിലും കർത്താവ് നിന്നെ ഉപേക്ഷിക്കുകയില്ല. എനിക്ക് നിന്നോടുള്ള സ്നേഹം അചഞ്ചലമാണ്. എഫ്രായിം, നീ എന്റെ വത്സലപുത്രൻ, എന്റെ പൊന്നോമനക്കുട്ടൻ. നിന്നെ കുറിച്ചുള്ള ഓർമ്മകൾ, സ്മരണകൾ എന്റെ ഹൃദയത്തിലുണ്ടാകുന്നു. എന്റെ ഹൃദയം നിനക്ക് വേണ്ടി തുടിക്കുന്നു എന്നാണ് ദൈവവചനം പറയുന്നത്. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. വിശുദ്ധ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് മറക്കാത്തൊരു സ്നേഹത്തിന്റെ പേരാണ് ദിവ്യകാരുണ്യ സ്നേഹം. അതാണ് പരിശുദ്ധ കുർബാന. ആ കുർബാനയിൽ നിന്ന് ശക്തി പ്രാപിക്കണം. യേശുക്രിസ്തുവിലുള്ള ജീവിതത്തിന്റെ ഉറവിടം അവിടുന്ന് തന്നെയാണെന്നാണ് പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നത്. കർത്താവിൽ നിന്നാണ് നമ്മൾ വന്നത്, കർത്താവിലാണ് നമ്മൾ ജീവിക്കുന്നത്, കർത്താവിങ്കലേക്കാണ് നമ്മൾ മടങ്ങുന്നത്. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് എബ്രായർ 12:2 വിശ്വാസത്തിന്റെ നാഥനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നവനുമായ യേശുവിനെ മുമ്പിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഓടാൻ. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. അവിടെ പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷ നമ്മള് ആരാധനയോട് എടുക്കുന്ന ഈ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: കർത്താവേ, എന്നെ ഒരു ആരാധകനാക്കി മാറ്റണമേ എന്നാണ്. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന ഒരു കുടുംബം, നിങ്ങളുടെ കുടുംബങ്ങളിൽ പ്രാർത്ഥന ഉണ്ടാകണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വചനം പഠിപ്പിക്കണം. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ആത്മീയ കാര്യങ്ങളിൽ അവരെ ശ്രദ്ധയുള്ളവരാക്കണം. ദേവാലയത്തോടും ദൈവിക കാര്യങ്ങളോടും ചേർത്ത് തലമുറകളെ ചേർത്ത് വളർത്തിയാൽ നാളെ അവർക്ക് വേണ്ടി വഴിതെറ്റിപ്പോകുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കേണ്ടതായി വരികയില്ല. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തെ അവർക്ക് കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ എപ്പോഴും പരിശോധിക്കണം. മനസ്സിലാവുന്ന ദൈവത്തെ കൊടുത്തുകൊണ്ടുള്ള ഒരു ജീവിതം. ഒരു വചനം, 1-2 വചനങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അത് പറയണമെന്നൊരു പ്രേരണ ഉള്ളിൽ ലഭിക്കുന്നത് കൊണ്ട് പറയുകയാണ്. അത് ഇതാണ്. ഒരു കാര്യം, മാരകമായ തിന്മകൾ നമ്മുടെ നാട്ടിൽ പലപ്പോഴുമുണ്ട്. പ്രത്യേകിച്ച് മദ്യപാനത്തിന്റെയും ലഹരിയുടെയും അടിമത്തം നമ്മുടെ കുടുംബങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. 1-2 വചനങ്ങൾ വായിക്കുകയാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 23-ാമത്തെ അധ്യായം. സുഭാഷിതങ്ങളുടെ പുസ്തകം 23-ാമത്തെ അധ്യായം 30 മുതലുള്ള തിരുവചനങ്ങൾ. വചനം വായിക്കുകയാണ്. വീഞ്ഞു കുടിച്ച് സമയം പോക്കുന്നവർക്കും വീഞ്ഞു കലർത്തി രുചി പരീക്ഷിക്കുന്നവർക്കും ദുരിതം. ചഷകങ്ങളിൽ വീഞ്ഞു ചുമന്ന് തിളങ്ങി കവിഞ്ഞൊഴുകുന്നത് നോക്കിയിരിക്കരുത്. അവസാനം അത് പാമ്പിനെ പോലെ കടിക്കുകയും അണലിയെ പോലെ കൊത്തുകയും ചെയ്യും.